ആരെങ്കിലും ഒരാളെ എനിക്ക് ഏതെങ്കിലും ഭൂഖണ്ഡത്തിൽ കാണിച്ചു, ഏതെങ്കിലും സഭയിൽ ഏറ്റവും വിശുദ്ധിയും ഏറ്റവും നല്ല ഇതിലും ജീവിക്കുന്ന ഏതെങ്കിലും ഒരു സഭ ഒരാളെ എൻ്റെ മുമ്പിൽ കൊണ്ടുപോകും, ഞാൻ നരകത്തിലോട്ട് പോകും, ദൈവം എന്നെ കൈവിട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡയറി എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര കുറ്റബോധമായി കാണും. അങ്ങനെ പറയരുത്, പോഡ്കാസ്റ്റ് പറഞ്ഞും പോയി. ഇപ്പൊ തന്നെ പൊട്ടിക്കണം, അവർ കാണണം. ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞ് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് സാൽവേഷൻ. ആ ഒരു രക്ഷയില്ലാതെ അതിനകത്തു നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ബ്ലെസ്സിംഗ് ട്രീയുടെ ഓപ്പൺ ടോക്ക് എന്ന ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ്. എന്താ എനിക്ക് തോന്നുന്നു കുറേ ആഴ്ചകളായിട്ട് നമ്മളെ എല്ലാ വെള്ളിയാഴ്ചയും ഈ ഒരു പോഡ്കാസ്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇതിൽ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു കുറച്ചാഴ്ചകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് സത്യം പറയട്ടെ എന്നുള്ളതാണ്. സോ സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന സത്യങ്ങളാണ് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഇതിൻ്റെ എന്താ പറയുക ലിങ്കും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് കോമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ മെസ്സേജ് ആയിട്ടൊക്കെ നമ്മുടെ ബ്ലെസ്സിംഗ് ട്രീയുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാൻ. ഇതിനു മുമ്പുള്ള പോഡ്കാസ്റ്റുകളിൽ ഒത്തിരി പേര് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. കമൻറ്റുകൾ ചുമ്മാ ഇടുക മാത്രമല്ല, ഇനിയുള്ള എപ്പിസോഡുകളിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള ഞാൻ കുറേയധികം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 1 by 1 ഒരുപക്ഷെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ടോപ്പിക്കുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്യും. വളരെ സപ്പോർട്ടീവായിട്ട് എൻകറേജ് ചെയ്തുകൊണ്ട് ഇത് കമൻറ്റുകൾ ഇട്ടവരുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞു, അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ എഴുതിയവരുണ്ട്. എല്ലാവർക്കും നന്ദി. വളരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും വളരെ ബാഡായിട്ടും ചെയ്തവരുണ്ട്, അവർക്കും നന്ദി. ഒരു കമൻറ്റ് ചെയ്തല്ലോ. അതെ. എന്നാൽ റിക്വസ്റ്റ് ഇതാണ്, ഒരു അൺപ്രിജുഡിസ്ഡ് ആയിട്ട്, ഉള്ളിൽ പലത് വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം, പലതും ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഫുൾ കാണണം. ഫുൾ മീൻസ് ഫുൾ, എല്ലാം അങ്ങനെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അവിടെ ഇവിടേക്ക് ഒന്ന് സ്കിം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ പാർഷ്യൽ ട്രൂത്തേ മനസ്സിലാവും. കമൻറ്റുകൾ അങ്ങനെ ഇരിക്കും. ഈ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡിലൊക്കെ കമൻറ്റ് ചെയ്ത ആളുകൾ പലരും ഒന്നും, ചിലര് റീല് മാത്രം കണ്ടു. ഞാനതാ പറയാൻ പോയത്, റീൽസ് മാത്രം കണ്ടുകൊണ്ട് കമന്റ് ചെയ്യരുത്. റീൽസ് എന്തായാലും മേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി കിട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിനകത്ത് വെക്കുന്നത്. അതുകൊണ്ട് ആ റീൽസ് കാണുന്നവർ ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചിലത് മാത്രം ഒരു ചിപ്പും ചീളൊക്കെ കാണുന്നവർ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി യാത്രയിലോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഫുള്ളിരുന്ന് കാണുക. എന്നിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം ശരിയായ രീതിയിൽ നിഷ്പക്ഷമായി, എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് ദൈവവചനത്തോടാണ്. ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെയോ പാസ്റ്ററിൻ്റെയോ ആരുടെയെങ്കിലുമൊക്കെ ടീച്ചിങ് അല്ല, എൻ്റെ എടുക്കേണ്ടത് ദൈവവചനവുമായി കമ്പയർ ചെയ്ത് ഒരു. പിന്നെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ പോഡ്കാസ്റ്റുകളിൽ അധികവും നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് എന്ത് കളറാണെന്ന് പറഞ്ഞാൽ പിടിച്ചേ. ഇത് ബ്ലാക്ക് കളറാണ്, കറുത്ത നിറം. ഒന്ന് കാണിച്ചു കൊടുക്കും. എനിക്ക് കറുപ്പാണ്, നിങ്ങൾക്കും കറുപ്പല്ലേ? ഇതെന്താണെന്ന് പറയാം? ഇത് വൈറ്റ്, വെള്ള നിറം. ഇതെന്താണെന്ന് പറയാം? അത് ഗ്രേ. ഞാൻ ഗ്രേ ആയിട്ടാണ് കാണുന്നത്. ക്യാമറയിലൂടെ അവർ കാണുന്നത് ഗ്രേ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് നമ്മൾ ഓപ്പൺ ടോക്ക് സത്യം പറയട്ടെ അധികവും കൈകാര്യം ചെയ്യുന്നത്. ചിലത് ആർക്കും സംശയമില്ല, ബ്ലാക്ക് വൈറ്റ്, ആർക്കും ഒരു ഡിസഗ്രിമെൻറ്റും ഇല്ല, തർക്കമില്ല. അങ്ങനെയുള്ള കുറേ ടീച്ചിങ്സ് ഉണ്ട്, ഡോക്ട്രിൻസ് ഉണ്ട്, അതിലെല്ലാവരും സമ്മതിക്കും. പക്ഷേ അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുലപാതകം, ഇതിനകത്ത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് വെച്ചാൽ എല്ലാവരും പറയും ബ്ലാക്ക് ആണ്. പക്ഷെ ബീഡി വലിക്കുന്ന കാര്യം ബൈബിളിലെങ്ങും വേഴ്സസ് കാണുന്നില്ല, ബീഡി വലിക്കുന്ന കാര്യം. പിന്നെ പാൻപരാഗ് വെക്കുന്ന കാര്യം നമ്മൾ കാണുന്നില്ല, അത് പക്ഷേ ഗ്രേ ആക്കേണ്ടി വരും. അതാണ്. അപ്പം അങ്ങനെയുള്ള അത് എല്ലാത്തിലും ഈ ഗ്രേ ഏരിയ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഗ്രേ ഏരിയ. അപ്പോൾ ഇത് കാണുന്ന ഈ ഓപ്പൺ ടോക്ക് സത്യം പറയട്ടെ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ഗ്രേ ഏരിയ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ആ ഗ്രേ ഏരിയ എല്ലാവരും ചെയ്യണം. അത് ഞങ്ങൾ കണക്കാക്കുന്നത് നിങ്ങൾ ആ ഐ ഡിയിലുള്ളവരൊക്കെ ഇത് കാണുന്നു, നിങ്ങൾ പ്രസൻ്റ് ആണെന്ന്, ഹാജരുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഗ്രേ ഏരിയ
അതാണിതിൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഗ്രേ ഏരിയ കൈകാര്യം ചെയ്യുമ്പോൾ പലർക്കും ഇത്തിരി തർക്കങ്ങളൊക്കെ വരാം. അതിന് കാരണം അൺപ്രിജുഡിസ്ഡായിട്ട് അഥവാ നിഷ്പക്ഷമായി മുൻവിധികളില്ലാതെ പഠിച്ചു വെച്ച പല കാര്യങ്ങളുമുണ്ട്. അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ BP കൂടുന്ന ആളുകളുണ്ട്. കാരണം ഞങ്ങൾ അപ്പനമ്മമാരായ അല്ലെങ്കിൽ ഞങ്ങളുടെ സഭ ഞങ്ങളെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് ഇതാണ്, അല്ലെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ അപ്പനമ്മമാരായിട്ട് പിന്തുടർന്നു വന്ന കാര്യം. സൊല്യൂഷൻ മുഴുവൻ കാണുക, മുഴുവൻ കേൾക്കുക, എന്നിട്ടൊരു 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്യുക, പ്രോസസ്സിങ് ടൈം, എന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക വചനമായിട്ട്, എന്നിട്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. വേഗത്തിൽ കമൻറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് എൻ്റെ. അതെ. അപ്പോൾ കട്ടകളൊക്കെ മാറ്റി വെക്കുക, ബ്ലാക്ക് ബോക്സ് വൈറ്റ് ബോക്സ് ഒക്കെ മാറ്റി വെക്കുക. ഗ്രേ ഏരിയയും കൂടിയാണ് നമ്മളിന്ന് ഒരു ഗ്രേ ഏരിയയുടെ ഒരു ഏരിയയാണ്. മനുഷ്യൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ മനുഷ്യന് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് രക്ഷ. കാരണം ഇനി ക്രിസ്തീയ വിശ്വാസത്തെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോർ എലമെൻറ്റ്സ് ഓരോന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് സാൽവേഷൻ. ആ ഒരു രക്ഷയില്ലാതെ അതിനകത്തു നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അത് വിശ്വാസം രക്ഷയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പിന്നെ അവിടെ നിന്നാണ് അടുത്തടുത്ത പടികളിലൂടെ ഒരു വ്യക്തി വലുതായിക്കൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളർത്തപ്പെടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ രക്ഷ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇന്ന് എടുക്കണം എന്ന് ചിന്തിക്കുക. പക്ഷെ അതിൻ്റെ തന്നെ ഒരു ഗ്രേ എന്ത് പറയുന്നു രക്ഷ അതിൻ്റെ എന്താണ്, ഏത് ഗ്രേ ഏരിയയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതെ, ഈ രക്ഷ എന്ന് പറയുന്ന കാര്യത്തിൽ അതിൻ്റെ ഒരു കാര്യമുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പലർക്കും തിരുവചനപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വിചിത്രമായിട്ട് തോന്നാം, അത് ശരിയായിട്ട് തോന്നാം, അത് തെറ്റായിട്ട് തോന്നാം. ഒത്തിരി ആളുകളുടെയും ഹൃദയത്തിനകത്ത് സംശയം, അതായത് ഈ രക്ഷയെക്കുറിച്ചൊക്കെ, സാധാരണ യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിത്തരും എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഷാലോ ഉണ്ടല്ലോ, ഒരു ലെവൽ ഫെയ്ത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ ഒരു സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ കുറച്ചും കൂടെ പടികളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾക്കൊക്കെ പൊതുവേ ഇത്തരം കാര്യത്തിൽ സംശയം ഉണ്ടാവും. അത് മറ്റൊന്നുമല്ല, ചില ആളുകൾ വിശ്വസിക്കുന്നത് രക്ഷ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടമായി പോകത്തില്ല, അത് എന്നും എന്നേക്കുമായിട്ട്. കാരണം ദൈവം അതിനുവേണ്ടി ഒരു വില കൊടുത്തതാണ്, കർത്താവ് അതിനുവേണ്ടി ഒരു വില കൊടുത്തതാണ്, കർത്താവ് തന്നിരിക്കുന്ന രക്ഷ എടുത്ത് കളയത്തില്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ക്രിസ്തീയ ഗോളത്തിൽ തന്നെ ചില സഭകൾ വിശ്വസിക്കുന്നത് രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ പോകും, പാപം ചെയ്താൽ പോകും, പിന്മാറ്റത്തിൽ പോയാൽ പോകുമെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം ഇത് രണ്ടും ക്രിസ്തീയ ഗോളത്തിലെ രണ്ട് വിഭാഗക്കാരായ സഭകൾ വിശ്വസിക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയുടെ ഓപ്പൺ ടോക്കിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നാൽ. എനിക്കൊന്ന് കഴിഞ്ഞ ചില പോഡ്കാസ്റ്റുകളുടെ കമൻറ്റുകളിൽ ഇത് ചോദിച്ചിരുന്നു, രക്ഷ നഷ്ടപ്പെടുമോ? യെസ്. അതിന് സാധാരണ പറയുന്ന ഒരു രീതിയുണ്ട്, വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ, ക്യാൻ ഐ എവർ ലൂസ് മൈ സാൽവേഷൻ? ഇതായിരുന്നു എൻ്റെ പ്രശ്നം. ചോദിച്ചത് നന്നായി. 1984 ബ്രദർ DGS ദിനകരൻ കൊച്ചിയിൽ വരുമ്പോൾ ജീസസ് കോൾസിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ യേശുവിനായി സമർപ്പിക്കുന്നു, രക്ഷ എനിക്ക് കിട്ടുന്നു. അടുത്ത ചില ആഴ്ചകളിൽ, ഒരുപക്ഷെ മാസങ്ങളിൽ, ഐ വാസ് ഓൺ ക്ലൗഡ് 9. ഭൂമിയിലല്ല എൻ്റെ ജീവിതം. കാരണം തുള്ളിത്തുളുമ്പുന്ന സ്വർഗീയ സന്തോഷം, കർത്താവിനോടുള്ള ഫസ്റ്റ് ലവ്, ഏതു നേരവും വചനം, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഈ കൊക്കക്കോള പൊട്ടിക്കില്ലേ, ആ സമയത്ത് ഇങ്ങനെ നുരങ്ങി വരുന്ന പോലെ അകത്ത് ബബിൾ ചെയ്യും. ആരാധന, പാട്ട്, ദൈവസ്നേഹം, ദൈവസാന്നിധ്യം. ഞാനൊന്നും ഭൂമിയിലില്ല. അങ്ങനെ ജീവിച്ച ഞാൻ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു തരം വിഭ്രാന്തി പോലെ, എന്ന് വെച്ചാൽ ഐ സ്റ്റാർട്ടഡ് ബാറ്റ്ലിങ് വിത്ത് ബാഡ് തോട്ട്സ്. അത് എവിടെ നിന്ന് വന്നെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം എന്നെ ഉപേക്ഷിച്ചതുപോലെ എന്തൊക്കെയോ ചിന്തകൾ തലയിൽ വന്നിട്ട് ഐ സ്റ്റാർട്ടഡ് ബിലീവിങ് ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് മൈ സാൽവേഷൻ. പോയി, എൻ്റെ രക്ഷ പോയി. അപ്പം അന്ന് ഈ ഡയറി എഴുതുന്ന പരിപാടിയുണ്ട് എനിക്ക്. ഡെയിലി ജേർണൽ ചെയ്യും. ആദ്യമൊന്നും ഡയറി ഒന്നും മേടിക്കാൻ കാശില്ല, ഒരു നോട്ട്ബുക്ക് മേടിച്ചിട്ട് എഴുത്ത്.
പിന്നെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ ഡയറി തരുമല്ലോ, കോംപ്ലിമെൻ്റായിട്ട് തരുമ്പോൾ അതൊക്കെ എഴുതും. അപ്പോൾ അന്നത്തെ ഡയറികളൊക്കെ എടുത്ത് നോക്കിയാൽ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ എഴുതിയിരിക്കുന്നത്, ഞാൻ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ഞാൻ നരകത്തിലോട്ട് പോകുന്നു, ദൈവം എന്നെ കൈവിട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡയറി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് തോന്നിയത്, ഞാൻ എന്തൊക്കെയോ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു, അതുകൊണ്ട് തന്നെ എൻ്റെ രക്ഷ എനിക്ക് നഷ്ടമായി. അതിൻ്റെ മെയിൻ കാരണം രക്ഷയുടെ സന്തോഷം പോയി. ആദ്യം എങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞേ, കൊക്കക്കോള പൊട്ടിക്കുന്ന പോലെ അതൊക്കെ പോയി. ആ ബബ്ലിങ് എക്സ്പീരിയൻസ്, ജോയ് ഓഫ് സാൽവേഷൻ, അതൊന്നും കാണുന്നില്ല. പകരം ഒരുതരം ഭീതിയും ഭയവും എല്ലാം കൂടി എൻ്റെ ഉള്ളിൽ വന്നിട്ട് എനിക്കിപ്പോൾ നരകത്തിലും അല്ല സ്വർഗത്തിലും അല്ല ഭൂമിയിലും അല്ല, നരകത്തിൽ പോയ പോലെ തോന്നുന്നു ഇപ്പോൾ. ഐ ഓൾമോസ്റ്റ് കൺക്ലൂഡഡ് ദാറ്റ് ഐ ലോസ്റ്റ് മൈ സാൽവേഷൻ. പോയി. ഞാൻ ചിലരോടൊക്കെ ചെന്ന് സംസാരിച്ചു, എൻ്റെ എല്ലാം പോയി, ഇനി കർത്താവ് എന്നോട് ക്ഷമിക്കുമോ, എന്നെ തിരിച്ചെടുക്കും, എനിക്ക് തിരിച്ച് കിട്ടുമോ ഇത്? അപ്പോൾ എൻ്റെ ഫീലിങ്സ്, എൻ്റെ ഇമോഷൻസിനെ വെച്ചാണ് ഞാനിത് ജഡ്ജ് ചെയ്യുന്നത്. അങ്ങനൊരു ഭയങ്കര പ്രയാസത്തിലൂടെ ഞാൻ പേഴ്സണലി പോയിട്ടുണ്ട്. ഇനി ഞാൻ മാത്രമല്ല ഇത്, പിന്നീട് മനസ്സിലായി, ഇത്രയും വർഷം, 42 വർഷം ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് വന്ന് ഈ രക്ഷയുടെ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന പാപങ്ങൾ ചെയ്തു, കുറേ നാൾ ഞാൻ ചർച്ചിൽ പോയില്ല, കുറേ നാൾ പ്രാർത്ഥിച്ചില്ല, ബൈബിൾ ഞാൻ വായിച്ചിട്ട് കുറേ നാളായി, 1.5 വർഷമായിട്ട് ഞാൻ ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിക്കുന്ന, എല്ലാം പോയോ, എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ, ഞാൻ ഇനിയും രക്ഷിക്കപ്പെടണോ, ഞാൻ ഇനി സ്നാനപ്പെടണോ എന്നുകൂടെ, ഞാൻ ഇനി എന്ത് പ്രായശ്ചിത്തം ചെയ്യണം, എന്ത് ചെയ്താൽ ഇത് തിരിച്ചു കിട്ടും, ഇങ്ങനെയുള്ള വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ്, ആ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്ത് കളയുക. രണ്ടാണ്. ആദ്യത്തേതൊരു സംശയമാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എല്ലായ്പ്പോഴും രക്ഷിക്കപ്പെട്ടാൽ, അതായത് രക്ഷ നഷ്ടപ്പെടാതെ അങ്ങനെ തന്നെ ഇരിക്കുമോ, ദാറ്റ് ഈസ് എ ഡൗട്ട്. അതൊരു ചോദ്യമാണ്, സംശയമാണ്. എന്നാൽ വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു ഫെയ്ത്ത്, അതൊരു കൺവിക്ഷനാണ്. ചില ആളുകൾ അതാ പഠിപ്പിക്കും. ഒരിക്കലും രക്ഷിക്കപ്പെട്ടാൽ എന്നും എന്നേക്കുമായി രക്ഷിക്കപ്പെട്ടിരിക്കും. രക്ഷയുടെ ഭദ്രത, ദ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഇതൊരല്പം നീണ്ട പോഡ്കാസ്റ്റാണ്, സാധാരണ പോലെ തന്നെ. ഇത് വേണമെങ്കിൽ ഒറ്റടിക്ക് പറഞ്ഞങ്ങ് നിർത്താം. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദീകരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് കൺവിക്ഷൻ കിട്ടില്ല, ബോധ്യമാവില്ല. അപ്പോൾ വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ഒരു തരത്തിൽ കറക്റ്റ് അല്ലേ അത്? ഒരിക്കൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു, അത് ശരിയായ രക്ഷിക്കപ്പെടലാണെങ്കിൽ, സമ്പൂർണമായ രക്ഷിക്കപ്പെടലാണെങ്കിൽ ഒരിക്കലും ആ രക്ഷ നഷ്ടപ്പെടില്ല. പക്ഷേ പ്രശ്നം അതല്ല, നമ്മളാരും വൺസ് ഫുള്ളി സേവ്ഡ് അല്ല. ഹലോ ശ്രദ്ധിക്കുന്നുണ്ടോ? വൺസ് സേവ്ഡ് ആണെങ്കിൽ ഓക്കെയാണ്. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, നമ്മളാരും വൺസ് ആൻഡ് ഫോർ ഓൾ അല്ലെങ്കിൽ ഫുള്ളി സേവ്ഡ് അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കത് ഡിക്ലെയർ ചെയ്യായിരുന്നു, ഐ എം സേവ്ഡ് ഫുള്ളി. ഈ ഫുള്ളി സേവ്ഡ് അല്ല എന്ന് പറയാൻ അതിലേക്കാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. കാരണം അങ്ങനെ വചനം അതിന് മെയിൻ ഒരു കാരണം പറയാം. 2 കൊരിന്ത്യർ 5:17, 2 Corinthians 5:17 അവിടെ പറയുന്നത്, എ മാൻ ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ, ദ ഓൾഡ് ഹാസ് പാസ്ഡ് അവേ, ദ ന്യൂ ഹാസ് കം. എൻ്റെ മലയാളം എന്താ? ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാകുന്നു, പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതിയതായിരിക്കുന്നു. അതെ, ഇത് വായിക്കുന്ന സമയത്തൊക്കെ ഉള്ളിൽ നമ്മുടെ ചങ്കും കരളും ഒക്കെ ഇങ്ങനെ കോൾമേർ കൊള്ളുന്നൊരനുഭവമാണ്. കാരണം ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ മാറി, പഴയത് പോയി, ഐ എം എ ബ്രാൻഡ് ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതെ. ചോദ്യം, രക്ഷിക്കപ്പെട്ട സമയത്ത് എൻ്റെ സ്കിൻ ടോൺ മാറിയോ? ഇല്ല. എൻ്റെ ഹൈറ്റോ വെയ്റ്റോ മാറിയോ? ഇല്ല. എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? വല്ല ഹീലിങ്ങോ മിറക്കിളോ കാണുന്നുണ്ടെങ്കിൽ അല്ലാതെ എൻ്റെ ശരീരത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ പഴയത് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
ഏതായാലും ഈ കാര്യങ്ങളൊന്നുമല്ല. ഇതൊന്നുമല്ല. അടുത്തത് മെൻ്റലി എനിക്കെന്ത് മാറ്റം വന്നു, വലിയ മാറ്റം എന്തെങ്കിലും മാനസികം, തീർച്ചയായിട്ടും ഒരു സന്തോഷവും ഒരു എക്സൈറ്റ്മെൻറ്റും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എന്നെ സംബന്ധിച്ചോളം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വേറെ ചില ചിന്തകളൊക്കെ വന്നെന്ന് ഞാൻ പറഞ്ഞു. അത് എല്ലാവരുടെയും അനുഭവമാണത്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത്. അപ്പോൾ പൂർണ്ണമായി എൻ്റെ മാനസിക മേഖല പൂർണ്ണമായും സാൽവേഷനിൽ വന്നു ഇല്ല. ആരുടെയും വന്നിട്ടില്ല. പാസ്റ്റേഴ്സിൻ്റെയും വന്നിട്ടില്ല, ബിലീവേഴ്സിൻ്റെയും വന്നിട്ടില്ല, ആരുടെയും വന്നിട്ടില്ല. ശരിയല്ലേ? എങ്കിൽ പിന്നെ ഈ പൗലോസ് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? പറ പറ അറിയാമെങ്കിൽ പറ. ഇറ്റ് ഈസ് അബൌട്ട് അവർ സ്പിരിറ്റ്സ്. നമ്മുടെ ആത്മാവാണ് പുതിയ സൃഷ്ടിയായത്. രാത്രി ആരും കാണാതെ ഒരു നിക്കോദേമോസ് സാൻഹെഡ്രിൻ സംഘത്തിൽ പെട്ട ഒരാൾ, അദ്ദേഹം തന്നെ വലിയൊരു സംഭവമാണ്, വലിയൊരു സംഭവം. അദ്ദേഹം യേശുവിനോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ യേശു പെട്ടെന്ന് അയാളോട് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ആത്മാവിനാലും വെള്ളത്താലും നീ വീണ്ടും ജനിക്കണം. എൻ്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയാം. ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, വെള്ളം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവവചനമാണ്. അങ്ങനെ നീ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞ് നീ എന്തിനാ ഇങ്ങനെ അതിശയിക്കുന്നേ? അപ്പോൾ പുള്ളിയുടെ ചോദ്യം എന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും ഇപ്പം ഇത്രയും വയസ്സായി, സീനിയർ അതുപോലെയുള്ളവർക്കൊക്കെ അതിൽ അംഗത്വം കിട്ടുള്ളൂ. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഇനി എങ്ങനെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് പിന്നെ രണ്ടാമത് ജനിക്കുക? അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് തല വട്ടായിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് പറഞ്ഞു, മോനെ ഒന്നുമില്ല, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ശരീരങ്ങളിൽ നിന്നും ജനിച്ചു വരുന്നത്, അപ്പനിലും അമ്മയിൽ നിന്നും ജനിച്ചു വരുന്നത് ഒരു ശരീരമാണ്. എന്നാൽ ആത്മാവിൽ ജനിക്കുന്നവനെ കുറിച്ച് കർത്താവ് ഒരു കാര്യം പറയും, കാറ്റിഷ്ടമുള്ളിടത്ത് തോന്നുന്നു, ശബ്ദം കേൾക്കുന്നു, പക്ഷെ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഇതൊന്നും അറിയുന്നില്ല. ഇതുപോലെയാകും ആത്മാവിൽ ജനിച്ചത്. അതായത് ആത്മാവിലാണ് ഈ ജനനം നടന്നത്. എവിടെ നിന്ന് വന്നു, എങ്ങനെ പോയി, ഒന്നും അറിയില്ല, പക്ഷെ നടന്നു, സംഭവം നടന്നു. ദിസ് ഇസ് ക്വിക്കനിങ് ഇൻ ദ സ്പിരിറ്റ്, റെസറക്ഷൻ ഇൻ ദ സ്പിരിറ്റ്. ഈ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ആത്മാവ് മാത്രമാണ്. ഇപ്പം നമുക്ക് 3 എണ്ണം ഉണ്ട്. കഴിഞ്ഞ ചില പോഡ്കാസ്റ്റുകളിലൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാമത്തെ വചനപ്രകാരം നമ്മൾ ശരീരം മാത്രമല്ല, മനസ്സ് മാത്രമല്ല, നമുക്കൊരാത്മാവുണ്ട്. ഈ ആത്മാവാണ് വചനത്താലും ആത്മാവിനാലും ജനിച്ചത്, വീണ്ടും ജനിച്ചത്. അതുകൊണ്ട് വൺസ് സേവ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി വൺസ് സേവ്ഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളി സേവ്ഡ് അല്ല. എൻ്റെ 3 പാർട്ടിൽ ഒരു പാർട്ടേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, ആത്മാവ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഫുള്ളി സേവ്ഡ്. ബാക്കി 2 പാർട്ട് കിടക്കുകയാണ്. അപ്പോൾ വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. എപ്പോൾ വരെ? എൻ്റെ മനസ്സും അഥവാ എൻ്റെ സോളും എൻ്റെ ബോഡിയും കൂടെ രക്ഷിക്കപ്പെടുന്നത് വരെ വെയിറ്റ് ചെയ്താൽ അതെപ്പോഴാണ്? യേശു രണ്ടാമത് വരുമ്പോൾ, എൻ്റെ റെസറക്ഷൻ നടക്കുമ്പോൾ, അവൻ മധ്യാകാശത്ത് വരുമ്പോൾ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ നമ്മളെന്താകുന്നു ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെട്ട എത്ര വലിയ സ്നേഹം പിതാവ് തന്നിരിക്കുന്നു. അതിന് ശേഷം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്, നമ്മുടെ സ്ഥിതി എന്താവും നമുക്ക് അറിഞ്ഞുകൂടാ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനിരിക്കുന്നത് പോലെ ആകും. അപ്പം അന്നേ അവനെപ്പോലെ ഫുള്ളി ആകുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അന്നേ ആകുകയുള്ളൂ. അപ്പം ഞാൻ വൺസ് സേവ്ഡ് എന്ന് പറയാൻ ആയിട്ടില്ല. എങ്കിലല്ലേ ഓൾവേസ് സേവ്ഡ് പറയാൻ പറ്റുള്ളൂ. എന്താ പറയാ? അതെ, ഈ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ രക്ഷയുടെ ഭദ്രത അല്ലെങ്കിൽ സുരക്ഷിതത്വം എന്നൊക്കെ പറയാവുന്ന ഈ കാര്യം, അത് നിത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ലോങ് പ്രോസസ്സിൽ നിൽക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ സാൽവേഷൻ ഈസ് എ പ്രോസസ്. കാരണം ഇനി ബാക്കി 2 പാർട്ട് കൂടി കിടപ്പില്ലേ? അതെ. ഒത്തിരി സഭകൾക്ക്, ഒത്തിരി ബൈബിൾ ടീച്ചേഴ്സിന്, ഒത്തിരി വിശ്വാസികൾക്ക് അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, ഗ്രേ ഏരിയ. ഒത്തിരി പേർക്ക് കൺഫ്യൂഷനുള്ള ഏരിയ ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന സാൽവേഷൻ പൂർണ്ണതയിലെത്തിയിട്ടില്ല,
പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് പ്രോഗ്രസീവ്. ഓക്കെ. സാൽവേഷൻ ഈസ് പ്രോഗ്രസീവ്. ഇറ്റ് ഈസ് എ പ്രോസസ്. രക്ഷ ഒരു പ്രക്രിയയാണ്, അപ്പോൾ തന്നെ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. അതെ, ഫുള്ളായിട്ടില്ല. ഫുള്ളായിരുന്നെങ്കിൽ ഈ പോഡ്കാസ്റ്റ് നടക്കില്ലായിരുന്നു. ഇവിടെ ഇരിക്കില്ല, ഞാനിവിടെ ഇരിക്കില്ലായിരുന്നു, ഞാൻ പോയേനെ. ഫുൾ ഫിനിഷായ പ്രോഡക്റ്റുകൾ ഇവിടുന്ന് പോവും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയിൽ, ഈ ഭൂമിയിൽ ഏറ്റവും വിശുദ്ധൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അടുത്ത് നിങ്ങൾ പോവുക, അല്ലെങ്കിൽ ദൈവദാസൻ, അഭിഷിക്തൻ, പ്രാർത്ഥനക്കാരൻ, ആരും ആയിക്കോട്ടെ പോവുക. അദ്ദേഹത്തെ സ്കാൻ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഇംപെർഫെക്ഷൻസ് എന്തെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന ആരും രക്ഷയുടെ പൂർണ്ണത കണ്ടിട്ടില്ല. അതിന് ഒന്നും വേണ്ട, ഇത്രയും ചിന്തിച്ചാൽ രക്ഷയുടെ പൂർണ്ണത എന്ന് പറയുമ്പോൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒറിജിനൽ ഷേപ്പിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ആദം സൃഷ്ടിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്ന ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമുള്ള ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് പൂർണ്ണതയിലെത്തുന്നത്. ആരെങ്കിലും ഒരാളെ എനിക്ക് ഏതെങ്കിലും ഭൂഖണ്ഡത്തിൽ കാണിച്ചു, ഏതെങ്കിലും സഭയിൽ ഏറ്റവും വിശുദ്ധിയും ഏറ്റവും നല്ല ഇതിലും ജീവിക്കുന്ന ഏതെങ്കിലും ഒരു സഭ ഒരാളെ എൻ്റെ മുമ്പിൽ കൊണ്ടുപോകാം. അടുത്ത ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഇതിപ്പോൾ ഈ നിത്യ രക്ഷയും അതുപോലെ തന്നെ രക്ഷയുടെ ഭദ്രതയും ഇതൊക്കെ നമ്മളിങ്ങനെ കുറച്ചുകൂടെ കൂടിയ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്കൊന്ന് ഒരു ലെവലൊന്ന് താഴ്ത്തി ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ, ഈ സത്യത്തിൽ ഈ രക്ഷ എന്താണ് എന്ന് ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഇത്തിരി സിമ്പിളായിട്ട് രക്ഷ എന്താണെന്ന് ഒന്ന് പറയുവാണെങ്കിൽ തുടക്കക്കാരായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ അത് കുറച്ചുകൂടെ പ്രയോജനം. നമ്മുടെ തുടക്കകാലത്ത് സുവിശേഷീകരണമൊക്കെ തുടങ്ങുന്ന പല വീടുകളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുന്നൊരു കാലത്ത് നമ്മുടെ ടീമിലുള്ള ഒരാളൊരു വീട്ടിൽ കയറി സുവിശേഷം പറയും, പാവപ്പെട്ടൊരു വീട്. അപ്പോൾ ആ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ അമ്മയോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ രക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്നത് എൻ്റെ മൂത്ത മോൻ ഗൾഫിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ രക്ഷിക്കപ്പെടുമെന്നാണ് തോന്നണേന്ന് പറഞ്ഞു. രക്ഷപ്പെടും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അറിയില്ലല്ലോ ഈ രക്ഷിക്കപ്പെടുക എന്നുള്ള ടേം ഈ കുറച്ച് വിശ്വാസ സമൂഹത്തിൽ ബോൺ അഗെയിൻ ടൈപ്പ് ആളുകളൊക്കെ ഉപയോഗിക്കുന്നൊരു വേർഡല്ലേ. അതെ അതെ അതെ. പണ്ടൊന്നും ഞാനിതൊന്നും കേട്ടിട്ടൊന്നുമില്ല, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സാധനമൊന്നും ഞാൻ പണ്ട് നമ്മൾ വളർത്തപ്പെട്ട ചർച്ചസിലൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഈ ടേം അല്ലെങ്കിൽ ടെർമിനോളജി ഒന്നും മനസ്സിലാകാത്ത അഭാവം പിടിച്ച അമ്മച്ചി പറഞ്ഞു, മോൻ ഗൾഫിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ രക്ഷപ്പെടുന്ന തോന്നണം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന തോന്നണേന്ന് പറഞ്ഞു. രക്ഷയെക്കുറിച്ചും പലർക്കും ഐഡിയ ഇല്ല. ഇനി ശ്രദ്ധിച്ചു. ഇപ്പോൾ ഞാൻ താഴത്തോട്ട് വരികയാണ്, ഷെമാ സിസ്റ്റർ പറഞ്ഞ പോലെ താഴെ നിന്ന് തുടങ്ങാം. അതാ എൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് അതൊക്കെ പറഞ്ഞു പോയതാണ്. എന്നാലും വലിയ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇച്ചിരി ഞാൻ താഴത്തുനിന്ന് വരാം. എബ്രായ ഭാഷയിൽ ശ്രദ്ധിച്ചു കേട്ടോ, എബ്രായ ഭാഷയിൽ രക്ഷകൻ എന്നതിനും രക്ഷ എന്നതിനും ഒരേ വേർഡാണ്. ശ്രദ്ധിച്ചോ, രക്ഷകൻ എന്നതും രക്ഷ എന്ന് പറയുന്ന ഒരേ റൂട്ട് വേർഡിൽ നിന്ന് വന്നിരിക്കുന്നത്. യേശുവ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശുവ. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് യേശുവ 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 യേശുവ. ആ യേശുവ എന്ന് നമ്മളിപ്പോൾ പറയും, നമ്മൾ മലയാളത്തിൽ യേശു എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ജീസസ് എന്ന് പറയുന്നത്, ഈസ എന്ന് വിളിക്കുന്നവരുണ്ട്. പല ഓരോരുത്തരുടെ നാവ് വഴങ്ങുന്നതനുസരിച്ച് യേശുവ എന്നുള്ള ഒറിജിനൽ വേർഡ് അങ്ങ് മാറ്റിക്കളഞ്ഞു. പക്ഷെ ആൾ ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷകൻ നമ്മുടെ യേശു, ജീസസ്, ഈശോ, ESO, ഈശോ ലാറ്റിനാണെന്ന് തോന്നുന്നു. ഈശോ കാത്തലിക് കമ്മ്യൂണിറ്റിയിലല്ല, ഞാനൊക്കെ ഈശോ എന്നാണ് പറഞ്ഞു. അപ്പോൾ ഈശോ ഇതെല്ലാം ഒറ്റ റൂട്ട് വേർഡാണ്. രക്ഷ എന്താണ് രക്ഷ, അതെല്ലാം അറിയണ്ടേ. മത്തായി 1:21, യു ആർ ടു ഗിവ് ഹിം ദ നെയിം ജീസസ് ബിക്കോസ് ഹി വിൽ സേവ് ഹിസ് പീപ്പിൾ ഫ്രം ദെയർ സിൻസ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഭൂമിയിലേക്ക് ഒരു രക്ഷകൻ വരുക. 33:15 കിട്ടിയ വാഗ്ദത്തം നിറവേറുന്നത് മത്തായി 1:21. 4000 വർഷം പിന്നിട്ടു. അപ്പോൾ എൻ്റെ അർത്ഥം എത്ര വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിറവേറും, കാത്തിരുന്നാൽ. ഓക്കെ. അപ്പോൾ അവിടെ പറയുന്നത് അവൻ അവരെ
അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കൊണ്ട്. ഈ കാരണത്താലാണ് അവന് യേശുവാ എന്ന് പേരിടാൻ പോകുന്നത്. പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഈ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ യേശുവാഹ് എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവാഹ്, ജീസസ്. അവന് യേശു എന്ന് പേരാണ് യേശുവാ എന്നാണ് അവിടെ പറയുന്നത്. ഇത് രണ്ടും ഒരേ റൂട്ട് വേർഡാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവിടുത്തെ പേർപ്പസ് എന്താണ്? അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കുള്ളൂ. പാപങ്ങളിൽ നിന്ന് മുഴുവൻ പറിച്ചെടുത്ത്, പാപത്തിലല്ല മനുഷ്യൻ വീണുപോയത്, അതിനെ തിരിച്ച് വീണ്ടെടുത്ത് തിരിച്ച് ദൈവത്തിൻ്റെ സ്വരൂപത്തിലോട്ട് റെസ്റ്റോർ ചെയ്യണം. അതാണ് രക്ഷ. ശ്രദ്ധിച്ചാൽ രക്ഷയുടെ പൂർത്തീകരണം പറഞ്ഞപ്പോൾ ആദാമിനെ പോലെ ഹവ്വയെ പോലെ തിരിച്ചു വരണം. ഇനിയിപ്പോൾ ആദാമിൻ്റെ ഹവ്വയുടെ ഷേപ്പ് മാറിപ്പോയല്ലോ, അതുകൊണ്ട് ഇനി അത് വിട്ടേക്ക് യേശുവിനെ പോലെ ആകുക. കാരണം ദൈവപുത്രൻ, അതാണ് ദൈവത്തിൻ്റെ സ്വരൂപം. എബ്രായലേഖനം 1:3 പറയുന്നതനുസരിച്ച് ഈ പുത്രൻ എന്ന് പറയുന്നത് പിതാവിൻ്റെ അതേ ഫാക്സിമിലി, അതേ സിറോസ്കോപ്പിയായിട്ട് അവൻ്റെ അതേ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമാകുന്നു. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ആദവും ഹവ്വയൊന്നും നമുക്ക് കാണാനില്ല, അവർ വീണുപോയി, തേജസ് നഷ്ടപ്പെട്ടു അല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ളവരെ യേശുവിൻ്റെ അതേ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടണം. അപ്പോൾ ഭൂമിയിൽ കിടക്കുന്ന, പാപത്തിൽ കിടക്കുന്ന മനുഷ്യരെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഈ രക്ഷകൻ വന്ന് രക്ഷ നൽകി ആരംഭിച്ച് പണിത് തിരിച്ച് ആദ്യത്തെ സ്വരൂപത്തിലേക്ക് അഥവാ യേശുവിൻ്റെ സ്വരൂപത്തിലേക്ക് ആക്കിയെടുക്കുമ്പോഴാണ് സമ്പൂർണ്ണമായ രക്ഷ. അപ്പോൾ ഇപ്പം അതിൻ്റെ ഇനീഷ്യേഷൻ നടന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ടോക്കൺ അഡ്വാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അച്ചാരം എന്നൊക്കെ പറയുന്നത്, പരിശുദ്ധാത്മാവിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പണി നടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ വർക്ക് ഇൻ പ്രോഗ്രസ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോഡിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് റോഡ് പണി നടക്കുക. അപ്പോൾ അവിടെ ഒരു ബോർഡ് കാണും, ഒരു സൈഡിൽ കൂടെ മാത്രമേ ട്രാഫിക് ഉള്ളൂ. അതും കഷ്ടിച്ച് നിർത്തി ഒരാൾ കൊടിയൊക്കെ കാണിച്ച് നമ്മളോട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ്. എൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കും. നമുക്കെല്ലാവരുടെയും ഗതി അതാണ്. അതായത് നമ്മളിപ്പോൾ പൂർണ്ണമായും ദൈവസ്വരൂപത്തിൽ ആയിട്ടില്ല. അതിന് ഇനി നല്ല തെളിവ് തരണോ? എന്തൊക്കെ ചിന്തിക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്, ബിലീവേഴ്സിൻ്റെ കാര്യം, ബോർൺ അഗെയിൻസ്റ്റിൻ്റെ കാര്യം പറയുന്നത്. രക്ഷിക്കപ്പെട്ടു എന്ന് വീമ്പിളക്കുന്ന നമ്മളും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് കർത്തൃമേശു വരുമ്പോൾ മാപ്പ് പറഞ്ഞിട്ടല്ലേ എടുക്കുന്നേ. ഭയങ്കര കുറ്റബോധമായി കാണും. അങ്ങനെയൊക്കെ പറയരുതായിരുന്നു, പോഡ്കാസ്റ്റായി പറഞ്ഞും പോയി. ഇനി ഗ്രീക്ക് ഭാഷയിലേക്ക് വരുമ്പോൾ രക്ഷ എന്ന് പറയുമ്പോൾ സോസോ എന്താ പറയുക, SOZO. എല്ലാവരും ഒന്ന് പറഞ്ഞേ, SOZO, സോസോ. ഇതിൻ്റെ ഈ സോസോ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് വേർഡ് എടുത്ത് ശരിക്കും പഠിക്കുകയാണെങ്കിൽ 5 കാര്യങ്ങളാണ് ഉള്ളത്. വേണമെങ്കിൽ നോട്ട് ചെയ്തോ, കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിരുന്നല്ല. സാൽവേഷൻ, ഡെലിവറൻസ്, ഹീലിംഗ്, പ്രൊട്ടക്ഷൻ, ഹോൾനെസ്, ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. രക്ഷ, വിടുതൽ, രോഗസൗഖ്യം, സുരക്ഷിതത്വം, സമ്പൂർണ്ണത, ഇതെല്ലാം സോസോയുടെ അകത്ത് അടങ്ങിയിട്ടാണ് ഞാനിതിന് വിളിക്കുന്നത് സാൽവേഷൻ പാക്കേജ് എന്നാണ്. ഒറ്റ പാക്കേജാണത്. ഇതാണ് സോസോ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പം ഈ ചോദിച്ചത് കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആർ യു റെഡി? ഞാനൊരല്പം രക്ഷയെക്കുറിച്ചുള്ളൊരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും വരാൻ വേണ്ടി ഈ ഭാഗം ഞാനൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാൻ പോവാം. ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പോ എന്തെങ്കിലുമൊക്കെ എടുത്ത് എഴുതുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യുക. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എല്ലാവരും ഉത്സാഹിച്ച് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം. പറഞ്ഞോട്ടെ, ചോദിക്കവരോട് റെഡിയാണല്ലേ എല്ലാവരും? നമ്പർ 1, സാൽവേഷൻ ഈസ് എ ഗിഫ്റ്റ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ഗിഫ്റ്റ്, സമ്മാനം. എഫെസ്യ ലേഖനം 2:8. For it is by grace you have been saved through faith, and this is not from yourselves, it is a gift of God. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ദാനം. ഈ ദാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മലയാളം പരിഭാഷയിൽ ദാനം മേടിക്കാൻ ചെന്ന് അയാളുടെ ദാനം കിട്ടിയതാണ് അവൻ്റെ ദാനം കിട്ടിയാൽ, അങ്ങനത്തെ ഒരു ഭാഷയിലല്ല ഇത് ഉദ്ദേശിക്കുന്നത്. എക്സാക്ട് ട്രാൻസ്ലേഷൻ നല്ല മലയാളം സമ്മാനം എന്നാണ്.
യെസ്. സമ്മാനം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ആദ്യം ഓർക്കുന്നത് ക്രിസ്മസ് സമ്മാനമാണ്, അല്ലെങ്കിൽ ഈ എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ്, അല്ലെങ്കിൽ വിവാഹത്തിനുള്ള വെഡ്ഡിങ്ങിനുള്ള ഗിഫ്റ്റ്. അതൊക്കെയാണ് ഞാൻ ഇവരോടൊന്ന് ചോദിക്കുക, നിങ്ങൾക്ക് വിരോധമില്ല നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഷമ സിസ്റ്റർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാം. ഇതാ ഷമ സിസ്റ്റർക്ക് ഒരു ഗിഫ്റ്റ് എടുക്കുക. ഇപ്പം തന്നെ പൊട്ടിക്കണം, അവർ കാണണം. ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞ ശേഷം എന്താണ് ഡാമിൻ ബ്രദർ ഷമാ സിസ്റ്റർക്ക് കൊടുത്തതെന്ന് വെച്ചിട്ട് ഇന്ന് അവർ ഉറങ്ങില്ല. അതുകൊണ്ട് അതൊന്ന് അഴിക്കേ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും എക്സൈറ്റ്മെന്റ് ഇല്ലാത്തത്. വൈറ്റ് റിബൺ മാറിയിരിക്കുന്നു. അതിനുശേഷം റാപ്പർ, വളരെ ഭംഗിയുള്ള റാപ്പറാണ്. വാട്ട് ഈസ് ദാറ്റ്? തുറന്നേ, അവരെ കാണിക്കേ. വാവ്, അതെന്താണെന്ന് നോക്ക്. ഒരു ഫോണാണ്. എടുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്ക്. ഫോണിന്റെ കവറാണ്. അകത്തുണ്ടോ നോക്ക്. യെസ്, ഫോണുണ്ട്. യെസ്. വാ, പുതിയ നോടെ. വാവ്, ഇത് നോക്കി, ഇതിൻ്റെ പുറകിലൊക്കെ ക്യാമറയൊക്കെ ഉള്ള നല്ലൊരു ഫോൺ. പിടിച്ചേ. സോ ദിസ് ഈസ് എ ഗിഫ്റ്റ്. അപ്പോൾ അത് കയ്യിൽ വെച്ചോട്ടോ, മടിയിൽ തന്നെ ഇരുന്നോട്ടെ. ഗിഫ്റ്റ് അല്ലേ, പിന്നെ അതെൻ്റെ അല്ലേ. അതാണ്, എന്നാലും ഒന്ന് കയ്യിൽ വെച്ചു, ഇവരൊന്ന് കാണട്ടെ. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? എഫേസ്യ ലേഖനം 2:8 പറയുന്നത് സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. അപ്പോൾ ഷമാ സിസ്റ്റർക്ക് അത് കിട്ടി. എനിക്ക് വല്ലതും തന്നോ? ഞാൻ ബില്ല് തന്നോ? എനിക്കെന്തെങ്കിലും കാശ് തന്നോ? ഫ്രീ, മുഴുവനായും സ്വന്തമായി അങ്ങോട്ട് തന്നു. ദിസ് ഈസ് ടോട്ടലി ഫ്രീ. ഓക്കെ, അവിടെ ഇരിപ്പുണ്ട്. ഇനി ഞാൻ ഒരുവിധം കോമൺ സെൻസ് നല്ല ഒരു ബോധമുള്ള മനുഷ്യനാണ്. ഞാനത് തിരിച്ചു മേടിക്കുമോ? ഇല്ല. തിരിച്ചു മേടിക്കുമോ? നാണക്കേടല്ലേ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുത്താൽ കൊടുത്തു. ഇപ്പം ചില സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. എനിക്കുണ്ടായിട്ടുള്ള കാര്യമാണ്. ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ട് ആ ഗിഫ്റ്റിന് ഒരു വിലയും കൽപ്പിക്കാതെ ചിലപ്പോൾ അവർ വേറെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കും. അതെ, നമ്മളൊരു വെഡ്ഡിങ്ങിന് എന്തെങ്കിലും ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു, അയാളെന്ത് വേറൊരു കല്യാണം വന്നപ്പോഴേക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്തു. ഇതറിഞ്ഞാൽ എനിക്ക് അകത്തൊരു വലിയ വിഷമമുണ്ടോ, എന്നാൽ അതിനൊരു വില കൽപ്പിച്ചില്ല, അല്ലെങ്കിൽ അലക്ഷ്യമാക്കി ഇത് എവിടെയെങ്കിലും ഇടും. ഇപ്പം ഞാനിതിപ്പോൾ കയ്യിൽ തന്നു, നാളെ ക്ഷമ ഇത് യൂസ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ അവസാനം ഒരു മേശയുടെ അടിയിൽ എവിടെയെങ്കിലും കിടന്ന് ഇത് അടി കിടന്ന് കാണുവാണിത്, പൊടിയൊക്കെ പിടിച്ച് കിടക്കും. എനിക്കുണ്ടാകുന്ന വിഷമം എന്തായിരിക്കും? കാര്യം ഞാൻ ഫ്രീ ഗിഫ്റ്റായിട്ട് തന്നത്. എങ്കിലും അടുത്തത് വേണമെങ്കിൽ നാളെ ഈ ക്ഷമ സിസ്റ്റർക്ക് എന്നോടൊരു വിഷമമുണ്ടായി, ഇതാ പിടിച്ചോ, തന്നെ തിരിച്ചു തന്നെ, ഇതാ പിടിച്ചോ, എനിക്ക് വേണ്ട, നിങ്ങളെ ഗിഫ്റ്റും വേണ്ട, ഒരു കുന്തവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കിട്ടിയിരുന്നു. ഞാൻ മേടിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, പക്ഷേ തിരിച്ചു തന്നാൽ എന്തായിരിക്കും അവസ്ഥ? കൈ തന്നെ പിടിച്ചു കേട്ടോ. ദൈവം ഒരിക്കൽ തന്ന രക്ഷ ദൈവം ഒരിക്കലും തിരിച്ച് മേടിക്കില്ല. അത്രയ്ക്ക് ചീപ്പല്ല ദൈവം. ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ദൈവം ഒരിക്കൽ ദാനമായി ഫ്രീയായി നമുക്ക് തന്ന രക്ഷ ദൈവം ഒരിക്കലും തിരിച്ച് മേടിക്കില്ല. പ്രൈസ് ഗോഡ്. പറ്റുവാണെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമോ? ആമേൻ പറയാൻ കുറേ ഇമോജീസ്, ഈ ഫയർ വർക്കുകളോ നക്ഷത്രമോ അങ്ങനത്തെ കുറേ ഇമോജികളില്ല, അതെല്ലാം ഇട്ടൊന്ന് എല്ലാവരും ഒന്ന് സെലിബ്രേറ്റ് ചെയ്തേ. വാവ്, കാരണം ഇതൊരു ഫ്രീ ഗിഫ്റ്റാണ്. ശരിയല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. രണ്ടാമത്, സാൽവേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അതേ വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, രക്ഷ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൃപയുടെ അടിസ്ഥാനത്തിൽ. ടൈപ്പ് ചെയ്തിട്ട് പറയുക. അവിടെ തന്നെ പറയുന്നുണ്ട്, ഫോർ ഇറ്റ് ഈസ് ബൈ ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ്. കൃപയാലല്ലോ നിങ്ങൾ അങ്ങനെയല്ലേ? അതെ, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഗ്രേസ്. ഗ്രേസ് എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിൻ്റെ പേരല്ല. ഗ്രേസ് എന്നിവിടെ പറയുന്നത് അൺഡിസേർവ്ഡ് ഫേവർ, അർഹതയില്ലാത്ത. അതാണല്ലോ സിംപ്ലസ്റ്റ്, എല്ലായിടത്തും ഉള്ള ഗ്രേസിൻ്റെ ഭയങ്കരമായ ഡെഫിനേഷൻസും വ്യാഖ്യാനങ്ങളും ഉണ്ട്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ പറഞ്ഞാൽ ഗ്രേസ് ഈസ് അൺഡിസേർവ്ഡ് ഫേവർ.
എനിക്കൊരു ഒട്ടും അർഹതയില്ലാത്ത ഒരു സ്ഥാനത്ത് ദൈവം എന്നോട് പ്രസാദിച്ച് ദൈവം എനിക്ക് എന്തെങ്കിലും അർഹിക്കാത്തത് തന്നാൽ ആ സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന നന്ദിയും അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു ബ്രോക്കൺനെസ്സും താഴ്മയുണ്ട്. കർത്താവ്, ഞാനിതിന് അർഹനല്ലല്ലോ, നരകത്തിൽ പോയി നിത്യകാലം വെന്ത് തീരെയുമില്ല, ആ സ്ഥാനത്ത് നിന്നും ദൈവം എന്നെ വിടുവിച്ച് നിത്യരക്ഷയ്ക്ക് യോഗ്യനാക്കി മാറ്റി. അത് ദൈവത്തിൻ്റെ വലിയ ഗ്രേസാണ്. ഇവിടെ വന്നപ്പോൾ, ഇവിടെ വരെ എത്തിയപ്പോൾ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ സഭകളുടെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് വന്ന് ഇല്ലേ, കോൺസ്റ്റൻറ്റിൻ്റെ കാലത്തൊരു ഷിഫ്റ്റ് ഉണ്ടായി. അടുത്തൊരു മേജർ ഷിഫ്റ്റ് വരുന്നത് മാർട്ടിൻ ലൂതറുടെയൊക്കെ കാലത്താണ്. അതിനൊക്കെ ശേഷം ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജോൺ കാൽവിൻ എന്ന് പറയുന്ന ഒരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഒന്ന് ഭയങ്കരമായിട്ട് പോപ്പുലറായി. ജോൺ കാൽവിൻ, അതിനെ നമ്മൾ ഇന്ന് വിളിക്കുന്നത് കാൽവിനിസം. തിയോളജിയിൽ കാൽവിനിസം. ഈ കാൽവിനിസം ഭയങ്കരമായി ക്രിസ്തീയ ഗോളത്തെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ട്യൂലിപ്പ്, TULIP, ട്യൂലിപ്പ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൻ്റെ ഒരു അക്രോണിം പോലെ ഉപയോഗിക്കുന്നതാണ് ട്യൂലിപ്പ്. അതിന് ഓരോന്നിനും എക്സ്പാൻഷൻ ഉണ്ട്. ഞാൻ കാൽവിനിസത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഈ കാൽവിനിസം പ്രചരിച്ച സമയത്ത് അദ്ദേഹം പഠിപ്പിച്ചത് എന്താണെന്ന് ഞാൻ പറയുകയാണ്. അദ്ദേഹം പഠിപ്പിച്ച ഗ്രേസിനെ കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ച കാര്യം ഇതാണ്, സാൽവേഷനെ കുറിച്ച്. ഇഫ് യു ആർ ട്രൂലി സേവ്ഡ് യു ക്യാൻ നെവർ ലൂസ് യുവർ സാൽവേഷൻ. ഒരിക്കൽ ശരിക്കും രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഈ രക്ഷ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. സെക്യൂരിറ്റി ഈസ് ഗ്യാരണ്ടഡ് ബൈ ഗോഡ്സ് പവർ, നോട്ട് ഹ്യൂമൻ എഫേർട്ട്. ഇത് ഫ്രീ ആയിട്ടല്ല കിട്ടിയത്, പ്രവൃത്തികളാൽ അല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും ദൈവശക്തിയാൽ തന്നെ അങ്ങനെയുള്ളവരുടെ രക്ഷ സുരക്ഷിതമായിരിക്കും. ഹ്യൂമൻ വിൽ ഹാസ് നോ റോൾ ഹിയർ. മനുഷ്യൻ്റെ ഇഷ്ടത്തിന് ഒരു സ്ഥാനമില്ല. ഇത് കംപ്ലീറ്റ്ലി ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവമാണ്. എന്ന് വെച്ചാൽ ദൈവം ഈ ഭൂമിയിൽ കുറേ പേരെ രക്ഷയ്ക്ക് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അവർ മാത്രമേ രക്ഷിക്കപ്പെടൂ, മറ്റുള്ളവർ വിചാരിച്ചാൽ രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ദൈവം ഇത് പ്രീഡെസ്റ്റൈൻഡ് ആണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നത് മുൻകൂട്ടി നിർണയിക്കപ്പെട്ട അല്ലേ, മുൻനിർണയപ്രകാരം ദൈവം ഇത്ര എണ്ണം പേര് ഓരോ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുമെന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അവരിനി എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും അവരുടെ രക്ഷ നഷ്ടപ്പെടുകയുമില്ല. അവർ പൂർണ്ണമായിട്ട് ഈ അവിടെ എത്തിയിരിക്കും. അപ്പോൾ ഈ കാൽവിനിസത്തിൽ അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമാണ് എ ഫാദർ അഡോപ്റ്റ്സ് എ ചൈൽഡ് പെർമനൻ്റ്ലി. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക. ദത്തെടുത്തു കഴിഞ്ഞാൽ എന്നും എന്നേക്കുമായിട്ട് അയാളുടെ മകനാണ്, എല്ലാത്തിൻ്റെ അവകാശിയാണ്. അതുകൊണ്ട് ഒരിക്കലും അവകാശം നഷ്ടപ്പെടുകയോ ഇനി കുഞ്ഞ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ശരി, അവകാശം അയാൾക്ക് കിട്ടിയിരിക്കും. അഥവാ രക്ഷ എങ്ങനെയാലും കിട്ടി. സോ നോ മാറ്റർ വാട്ട് ദ ചൈൽഡ് ഡസ്, ഹി റിമെയിൻസ് എ സൺ. ഇത് ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യൻ എന്നറിയപ്പെടുന്ന ഒരാൾ അടുത്തൊരു ടീച്ചിങ് ഉണ്ട്, അതാണ് അർമീനിയനിസം എന്നറിയപ്പെടുന്നത്. അവിടെ പറയുന്നത് എ ബിലീവർ ക്യാൻ ചൂസ് ടു വാക്ക് അവേ ആൻഡ് ലൂസ് സാൽവേഷൻ. രക്ഷ കിട്ടി, വേണമെങ്കിൽ അയാൾക്ക് ഈ രക്ഷയിൽ നിന്നും വാക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങിപ്പോകാം. ഇപ്പം ഈ ഗിഫ്റ്റ് എനിക്ക് തിരിച്ചു തന്നതുപോലെ, തിരിച്ചു മേടിക്കുന്നത് പോലെ, വെച്ചോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പോകുന്നത് പോലെ വേണമെങ്കിൽ രക്ഷ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് നിരസിക്കാൻ പറ്റും എന്ന് അർമീനിയനിസത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ആ ടീച്ചിങ്ങിൽ പറയുന്നത് സെക്യൂരിറ്റി ഈസ് കണ്ടീഷണൽ അപ്പോൺ കണ്ടിന്യൂഡ് ഫെയ്ത്ത് ആൻഡ് റിലേഷൻഷിപ്പ്. അഥവാ ഒരിക്കലും ഒരാൾക്ക് രക്ഷ എന്ന് പറയുന്നത് അയാൾ ഫെയ്ത്ത്ഫുള്ളായി ആ വിശ്വാസത്തിൽ തുടർന്നും നിലനിന്ന് ദൈവമായുള്ള ബന്ധത്തിൽ തുടർന്നെങ്കിൽ മാത്രമേ അയാൾക്കത് കിട്ടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി ആര്? അർമീനിയനിസത്തിൽ. അപ്പോൾ അവിടെ അദ്ദേഹം പഠിപ്പിച്ചത്, നേരത്തെ ഒരു അഡോപ്റ്റഡ് സണ്ണിൻ്റെ കാര്യം പറഞ്ഞു, ദത്തെടുത്ത ഒരാൾക്ക് ഇനി അയാൾ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കൽ പുത്രത്വം കിട്ടി, അയാൾ പുത്രൻ തന്നെയാണ്, ഇനി അയാൾ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും പുത്രത്വം നഷ്ടപ്പെടുകയുമില്ല, രക്ഷ നഷ്ടപ്പെടില്ല. എന്നാൽ ഇവർ പഠിപ്പിക്കാൻ തുടങ്ങി എ സൺ റിമെയിൻസ് ഇൻ ദ ഹൗസ് ബൈ റിലേഷൻഷിപ്പ്. ശരിയായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അപ്പൻ്റെ വീട്ടിൽ മകന് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ അവൻ ഇറങ്ങിപ്പോവും.
അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-11 മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ ധൂർത്തപുത്രൻ്റെ ഉപമ എന്ന വിശ്വവിഖ്യാതമായ യേശുവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പാരബിൾ കാണുന്നത്. സോ അവിടെ ഇളയവനിറങ്ങിപ്പോയി. അപ്പോൾ അവന് അപ്പൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. അവൻ പന്നിക്കൂട്ടിൽ അവൻ്റെ ജീവിച്ചത്. അവൻ്റെ ജീവിതം എന്തായിരുന്നു? അപ്പൻ്റെ വീട്ടിലെ അനുഗ്രഹങ്ങളോ സന്തോഷമോ അപ്പൻ്റെ ടേബിളിൽ നിന്ന് കഴിക്കുന്ന ഒന്നും അവനില്ല. എല്ലാം അവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. സോ ഇഫ് ഹി ചൂസസ് ടു ലീവ് ഹി ലൂസസ് ദ ബെനഫിറ്റ്സ് ഓഫ് ദ ഹൗസ്. അപ്പോൾ വിട്ടുപോകാൻ ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ, പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും നഷ്ടമാക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യം പഠിപ്പിക്കാൻ തുടങ്ങി. എന്താണപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം? രണ്ടും തമ്മിൽ കോൺട്രാഡിക്ഷൻ ഉണ്ട്. ഒരെണ്ണം പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മുൻനിർണയിക്കപ്പെട്ട ഒരു സെറ്റ് ഓഫ് ആളുകൾക്കാണ് ഇത് കിട്ടുന്നത്. അവർക്കാണെങ്കിൽ അതൊരിക്കലും അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം അവരായിട്ടല്ലാതെ പ്രവൃത്തികളല്ല കിട്ടിയത്. അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇപ്പം രണ്ട് എക്സ്ട്രീമിറ്റീസ് കണ്ടോ ഇവിടെ, രണ്ട് ധ്രുവങ്ങൾ കണ്ടോ? പിന്നെയാണ് നമ്മൾ ശരിയായതിലേക്ക് നമ്മൾ വരേണ്ടത്. അപ്പോൾ ഈ കാൽവിനിസത്തിലുള്ളത് അവർ ഈ ഗ്രേസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃപയാലാണ് കിട്ടിയ എല്ലാവരും എന്ന് പറഞ്ഞ് കൃപയാലാണ്. അപ്പോൾ അവിടെ പറയുന്നത് കാൽവിൻ പഠിപ്പിച്ചത് സോവറീൻ ഗ്രേസ് ആണ്. സോവറീൻ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാധികാരിയായ ദൈവം തൻ്റെ ഇഷ്ടത്തിൽ ചിലരെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് അവർക്ക് അങ്ങ് കൃപ കൊടുത്തു. ഇത് കാൽവിനിസ്റ്റിക്. ആരും ചോദ്യം ചെയ്യാനില്ല. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം ചിലരെ അങ്ങ് തിരഞ്ഞെടുത്തു, അവരെ രക്ഷിക്കാൻ വേണ്ടി. തെരഞ്ഞെടുപ്പിന് ആദ്യം ചോദ്യം ചെയ്യേണ്ട ഇല്ല. ഇതിനെ പറയുന്നത് ഇറസിസ്റ്റബിൾ ഗ്രേസ് എന്നാണ്. നമുക്ക് പോലും ആ കൃപയെ ചെറുത്ത് നിൽക്കാൻ പറ്റില്ല, റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല, റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. അവർ രക്ഷിക്കപ്പെട്ടിരിക്കും. അത് സെക്യൂർഡാണ്. ഓക്കെ. എന്നാൽ ഫ്രീ ഗ്രേസ് എന്ന് പറയുമ്പോൾ പിന്നീട് വന്ന ഡിസ്പെൻസേഷണൽ തിയറിയുണ്ട്. അതിൽ വന്ന ആ സ്കൂൾ അനുസരിച്ച് വന്ന ഒരു ഇതാണ് ഫ്രീ ഗ്രേസ്. ഫ്രീ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എല്ലാ പാപങ്ങളും യേശു കർത്താവ് കാൽവറി ക്രൂശിൽ എടുത്തു. കാരണം ഇനിയൊരു യാഗമില്ലല്ലോ, എന്ന് ഒറ്റ യാഗത്താൽ എല്ലാവരുടെയും പാപങ്ങളെ കർത്താവ് എടുത്തു മാറ്റി. സോ ഒരിക്കൽ രക്ഷ കിട്ടിയ ശേഷം ഇനി എന്ത് പാപം ചെയ്താലും നിൻ്റെ രക്ഷ നഷ്ടപ്പെടില്ല. ഫ്രീ ഗ്രേസ്. അപ്പോൾ സോവറിൻ ഗ്രേസ് പറഞ്ഞു, ഫ്രീ ഗ്രേസ് പറഞ്ഞു. ദൈവം അനുവദിച്ചാൽ സൗജന്യമായ രക്ഷ. ദൈവം അനുവദിച്ചാൽ അടുത്ത ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റിൽ അതിനെക്കുറിച്ചൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഹൈപ്പർ ഗ്രേസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനമുണ്ട്. ശരിക്കുള്ള വചനത്തിലുള്ള ഗ്രേസ് എന്താണ്? ഗ്രേസിൻ്റെ കുറേ വകഭേദങ്ങൾ തന്നെ ഉണ്ടല്ലേ. അതിനിടയ്ക്ക് ഞാനൊന്ന് കാണിച്ചോട്ടെ. ഇതുണ്ടോ? ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. ഒരു വെയിങ് മെഷീനാണ്. അത് ബാലൻസ്. നമ്മൾ എന്നെ പറഞ്ഞ ബാലൻസ് അല്ലേ, ത്രാസ് എന്ന് പറയും മലയാളത്തിൽ. ഞാൻ ആദ്യത്തെ പോഡ്കാസ്റ്റ് തുടങ്ങി പറയുന്നൊരു കാര്യമാണ്, ഐ ആം കോൾഡ് ടു ബി എ ബാലൻസ്ഡ് പ്രീച്ചർ. ഇങ്ങോട്ടും പോകണ്ട, അങ്ങോട്ടും പോകണ്ട, രണ്ട് എക്സ്ട്രിമിറ്റീസിലേക്കും പോകണ്ട, ഒരു ബാലൻസ് വേണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഒരു ബാലൻസ് വേണം നമുക്ക്. സന്തുലിതമായൊരു ടീച്ചിങ്, സമീകൃത ആഹാരം എന്നൊക്കെ പറയുന്നത്, അതാണ് റൈറ്റ് സ്റ്റാൻഡ്. എക്സ്ട്രിമിറ്റീസിലേക്ക് പോയാൽ പല പല പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും നന്നായി മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് കൺവിക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഈ കാൽവിൻ പറയുന്ന ഇത്രയേ ഉള്ളൂ: ദ ഫാദർ പ്രീഡെസ്റ്റൈൻഡ് സ്പെസിഫിക് പീപ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലരൊക്കെ നേരത്തെ തന്നെ പിതാവാം ദൈവം. ദ സൺ ഡൈഡ് ഫോർ ദെയർ റിഡംഷൻ. അവർക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. ആൻഡ് ദ സ്പിരിറ്റ് സീൽഡ് ദം. അവരെ പരിശുദ്ധാത്മ മുദ്രയിട്ടു. ആൻഡ് ഫോർ ദീസ് എലക്ട് സാൽവേഷൻ ഈസ് ഇറ്റേണലി സെക്യൂർഡ്. അപ്പോൾ പിതാവ് മുന്നമേ കണ്ടവർക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. അവരെയാണ് പരിശുദ്ധാത്മ മുദ്രയിടുന്നത്. ഇവർക്കൊരിക്കലും രക്ഷ നഷ്ടപ്പെടില്ല. ഇതാണ് ജോൺ കാൽവിൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സോ എന്തിന് ഞാനിതൊക്കെ ഈ പണ്ടത്തെ കാര്യം ഇപ്പോൾ പറയുന്നത്? ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, അന്നത് പഠിപ്പിച്ചത് കൊണ്ട് ഇന്നും 21-ാം നൂറ്റാണ്ടിലും ജോൺ കാൽവിൻ പറയുന്ന കാൽവിനിസം ഫോളോ ചെയ്യുന്ന ഒത്തിരി സഭകളുണ്ട്, ബൈബിൾ ടീച്ചേഴ്സുണ്ട്, ഇപ്പോഴും ഉണ്ട്. അർമീനിയനിസം പിന്തുടരുന്നവരും ഇപ്പോഴും ഉണ്ട്. എന്നാൽ നമുക്ക് വേണ്ടത് ശുദ്ധമായ ദൈവവചനത്തിൻ്റെ ശുദ്ധമായ ഒരു ടീച്ചിങ് ആണ് നമുക്ക് വേണ്ടത്. അതിലോട്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് കടക്കാം. സോ
സാൽവേഷനെ കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതെ. ഇത് ഗിഫ്റ്റാണെന്ന് പറഞ്ഞു, ഗ്രേസിലാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ പെട്ടെന്ന് കുറിച്ചെടുക്കണം. യു റിസീവ് സാൽവേഷൻ ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താലാണ് കിട്ടുന്നത്. അതും എഫേസ്യ ലേഖനം 2:8 തന്നെ അതും കാണുന്നുണ്ട്. വിശ്വാസത്താലാണ്. അതിൻ്റെ അർത്ഥം ഇഫ് യു ലൂസ് ഫെയ്ത്ത് യു ലൂസ് ഇറ്റ്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇത് പോകാമല്ലോ. അതാണ് 1 തിമോത്തിയോസ് 1:19 പറയുന്നത്. സോ ഹാവ് സഫേർഡ് ഷിപ്പ്റെക്ക് വിത്ത് റിഗാർഡ് ടു ദ ഫെയ്ത്ത്. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ സാൽവേഷൻ നിലനിൽക്കുകയുള്ളൂ എന്നല്ലേ. തകർന്നു പോയി എന്ന് പറയുന്നു. തകർന്നു പോയി എന്ന് പറഞ്ഞു, അവരുടെ വിശ്വാസ കപ്പലേ തകർന്നു പോയി. പിന്നെ പൗലോസ് പറയും, ഞാൻ വിശ്വാസം കാത്തു, ഓട്ടമോടി തികച്ചു. അതിൻ്റെ അർത്ഥം എന്തോ പ്രഷ്യസ് ആയിട്ടുള്ള സാധനം കാത്തു സൂക്ഷിച്ച് അറ്റം വരെ ഞാൻ എത്തിച്ചു എന്നല്ലേ. അതാ പറഞ്ഞത്, സാൽവേഷൻ ഈസ് എ പ്രോസസ്. ഇപ്പം വിശ്വാസത്താൽ പ്രാപിച്ച രക്ഷ വിശ്വാസം ഉപേക്ഷിച്ചാൽ നഷ്ടപ്പെടും എന്നുള്ളൊരർത്ഥം അതിനകത്ത് കിടപ്പില്ലേ. അടുത്തത്, സാൽവേഷൻ ഈസ് കണ്ടീഷണൽ. ഇത് ഇത്തിരി ഷോക്കിംഗ് ന്യൂസാണ്. ഗിഫ്റ്റാണ്, പക്ഷേ അത് കണ്ടീഷണലാണ്. അതെങ്ങനെ അറിയാം? നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത് ഒരു വചനം കേട്ടാണ്. ഒരു വചനം എങ്ങനെയും രക്ഷയുടെ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട് നോർമലി. റോമലേഖനം 10:9. അതെന്താണത്? ഇഫ് യു ഡിക്ലെയർ വിത്ത് യുവർ മൗത്ത് ജീസസ് ഈസ് ലോർഡ് ആൻഡ് ബിലീവ് ഇൻ യുവർ ഹാർട്ട് ദാറ്റ് ഗോഡ് റേസ്ഡ് ഹിം ഫ്രം ദ ഡെഡ് ഹി വിൽ ബി സേവ്ഡ്. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഇറ്റ്സ് എ കണ്ടീഷണൽ ക്ലോസ് അല്ലേ. ഇഫ്. അപ്പോൾ ഇഫ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ പറയുന്നത്. 2 കാര്യങ്ങൾ ചെയ്താലേ നീ രക്ഷിക്കപ്പെടുള്ളൂ. ദാനമാണെന്ന്, ഗിഫ്റ്റാണ്. 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കൺഫെഷൻ, ഫെയ്ത്ത്. കൺഫസ്, ബിലീഫ്. കൺഫസ് ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ്, ബിലീവ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ജീസസ്. 2 കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് 2 ചെയ്താലേ രക്ഷിക്കപ്പെടൂ. അതല്ലാതെ പോകുന്ന എല്ലാവർക്കും ഇങ്ങനെ പാക്കറ്റ് എറിഞ്ഞിട്ട് കൊടുക്കുന്നത് പോലെ ഈ ഗിഫ്റ്റ് പാക്കറ്റ് സാൽവേഷൻ എറിഞ്ഞിട്ട് കൊടുക്കുന്നില്ല. ഈ 2 കാര്യം ചെയ്യണം. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. കൺഫെഷൻ ഓഫ് ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ്. വാ കൊണ്ട് പറയണം, എന്താ യേശു എൻ്റെ കർത്താവാണ് എന്ന് പറയണം. 2, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്താ? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കണം. ഇത് 2 ചെയ്തെങ്കിൽ മാത്രമേ രക്ഷയുടെ ആദ്യത്തെ തലത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അടുത്തത്, സാൽവേഷൻ ഈസ് നോട്ട് ഫുള്ളി അറ്റൈൻഡ് നൗ. അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രക്ഷ ഒരിക്കലും ഇപ്പോൾ പൂർണ്ണമായും നമുക്ക് കൈവന്നിട്ടില്ല. അതെങ്ങനെ അറിയാം? മത്തായി 24:13 പറയുന്നത്, ദ വൺ ഹൂ സ്റ്റാൻഡ്സ് ഫേം ടു ദ എൻഡ് വിൽ ബി സേവ്ഡ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതിൻ്റെ അർത്ഥം അവർ സാൽവേഷൻ ഹാസ് നോട്ട് കംപ്ലീറ്റഡ് യെറ്റ്. അത് പൂർണ്ണമായിട്ടില്ല. ഇത് മാത്രമല്ല, ചില വചനങ്ങൾ കൂടി തരാം. ദിസ് ഈസ് റിയലി ഐ ഓപ്പണിങ്. അതായത് ഗോഡ് വിൽ ഫിനിഷ് ദ വർക്ക് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നീടേ പൂർത്തിയാക്കുള്ളൂ. ഉദാഹരണത്തിന് ഫിലിപ്പ് ലേഖനം 1:6 നമ്മളെന്താ വായിക്കുന്നത്? അവിടെ പറയുന്നത്, ഹീ ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു വിൽ carry it on to completion until the day of Christ Jesus. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, 4-ാമത്തെ വചനം, ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അതായത് ഫിലിപ്പ് ലേഖനം 1:6 ഇംഗ്ലീഷ്. അവിടെ മലയാളത്തിൽ വരുമ്പോൾ 1:4. അപ്പോൾ അവിടെ പറയുന്നുണ്ടോ, നിങ്ങളിൽ നല്ല പ്രവൃത്തി. എന്ത് പ്രവൃത്തിയാണ്? രക്ഷയുടെ പ്രവൃത്തി ആരംഭിച്ചു. ഇനീഷ്യേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അതിനെന്ത് ചെയ്യും? ക്രിസ്തുവേശുവിൻ്റെ നാളോളം ദൈവമായിട്ട് തന്നെ അതിനെ തികയ്ക്കും, അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. യൂദായുടെ ലേഖനം 1-ാം അധ്യായം, ഒരധ്യായം ഉള്ളൂ, 21-24 വായിച്ച് നോക്കുമ്പോൾ 21-ാമത്തെ വചനത്തിൽ പറയുന്നത്, കീപ് യുവർ സെൽവ്സ് ഇൻ ഗോഡ്സ് ലവ് ആസ് യു വെയിറ്റ് ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടു ബ്രിങ് യു ടു ഇറ്റേണൽ ലൈഫ്. കണ്ടോ? നിത്യജീവനായിട്ട്. ശരിക്കും പറഞ്ഞാൽ 20-ാമത്തെ വചനത്തിൽ തുടങ്ങണമായിരിക്കണം. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്. അത് അപ്പോൾ അവിടെ ഇപ്പോഴും വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്തിനു വേണ്ടി?
ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു so that our Lord Jesus to bring you to eternal life. eternal life കിട്ടി, എന്നിട്ടും പറയുന്നത് നിത്യജീവനിൽ എത്തുന്നത് വരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. 24-ാമത്തെ വചനത്തിൽ ഇംഗ്ലീഷിൽ, ടു ഹിം ഹു ഈസ് ഏബിൾ ടു കീപ് യു ഫ്രം സ്റ്റംബ്ലിംഗ് ആൻഡ് ടു പ്രസന്റ് യു ബിഫോർ ഹിസ് ഗ്ലോറിയസ് പ്രസൻസ് വിതൗട്ട് ഫോൾട്ട് ആൻഡ് വിത്ത് ഗ്രേറ്റ് ജോയ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ. വീഴാതെ വണ്ണം, അതിൻ്റെ അർത്ഥം വീഴാൻ ചാൻസ് ഉണ്ട്. സിമ്പിൾ അല്ലേ? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. ഇതിൻ്റെ അർത്ഥം വീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. എവിടെ നിന്ന്? രക്ഷയിൽ നിന്നും വീണുപോകാൻ സാധ്യതയുണ്ട്, കൃപയിൽ നിന്നും വീണുപോകാൻ സാധ്യതയുണ്ട്. ബാക്കി വായിച്ചേ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ്. അപ്പം ദൈവം തന്നെ നിർത്താൻ ശക്തിയുള്ളവനാണ്. നിങ്ങളെ വീഴാതെ നോക്കാൻ, സൂക്ഷിക്കാൻ ശക്തിയുള്ളവനാണ്. അടുത്തൊരു ഭയങ്കര രസകരമായൊരു കാര്യം ഞാൻ പറയാം. 2 തിമോത്തിയോസ് 1-12 വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹീസ് ഏബിൾ ടു കീപ് വാട്ട് ഐ ഹാവ് കമ്മിറ്റഡ് ടു ഹിം അൺടിൽ ദാറ്റ് ഡേ. അതൊന്ന് വായിക്കാമോ? അവൻ എൻ്റെ ഉപനിധി, അതിനു മുൻപ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. അതായത് എന്തൊക്കെയോ പൗലോസ് തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലൊക്കെ അങ്ങോട്ട് ഭരമേൽപ്പിച്ചു. എന്നിട്ട് ആ ഉപനിധി അവസാനം ആ നാളോളം കാക്കുവാൻ ശക്തനാവും. അപ്പം ദൈവം കാക്കാൻ ശക്തനാന്നല്ലേ അവിടെ പറയുന്നത്. ഇനി കേട്ടോ, 2 തിമോത്തിയോസ് 4:7 നമ്മളിങ്ങനെ വായിക്കുന്നത്, ഐ ഹാവ് ഫോട്ട് ദ ഗുഡ് ഫൈറ്റ്, ഐ ഹാവ് ഫിനിഷ്ഡ് ദ റേസ്, ഐ ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോൾ ആദ്യം വായിച്ച വാക്യത്തിൽ 2 തിമോത്തിയോസ് 1:12 പറയുന്നത് ദൈവം കാക്കുവാൻ ശക്തൻ. ഇവിടെ പറയുന്നത് ഞാൻ കാത്തു. അതിൻ്റെ അർത്ഥം രക്ഷയെ, വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പാർട്ടുണ്ട്, നമുക്കും ഒരു പാർട്ടുണ്ട്. അതിൽ നിന്നും ഒളിച്ചോടാൻ നമുക്ക് സാധിക്കും. ഇത്രയും വലിയ സൂപ്പർ അപ്പോസ്തലൻ പറയുവാണ്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. ഒറ്റയടിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ എല്ലാം പെർഫെക്റ്റായി എന്നല്ല പറയുന്നത്. ഇവൻ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം വായിച്ച് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ, എനിക്ക് കിട്ടിയെന്നോ ലഭിച്ചു കഴിഞ്ഞെന്നോ എന്നൊന്നും ഞാൻ പറയും, ഏത് വിധേന എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കൊള്ളാമോ എന്നും, അങ്ങനെ ഏത് വിധേനയും മരിച്ചവരിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പുനരുദ്ധാനം എനിക്ക് കിട്ടുമോ എന്നും വെച്ച് പഴയതെല്ലാം പിമ്പിലുള്ളതെല്ലാം മറന്ന് മുന്നിലുള്ള ലാക്കിലേക്ക് ഞാൻ ഉശിരോടെ ഓടുകയാണ്. പരമൗളിയുടെ ലാക്കിലേക്ക് ഓടും. ശരിയല്ലേ പറയാം? ഇനി 6-ാമത്തേത്, അതായത് രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ 6. യു നീഡ് ടു ഗ്രോ അപ്പ് ഇൻ യുവർ സാൽവേഷൻ. രക്ഷയിൽ വളരണം. അങ്ങനെ എഴുതിയിട്ടുണ്ട്. 1 Peter chapter 2 verse number 2, like newborn babies crave pure spiritual milk so that by it you may grow up in your salvation. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പു. ഇതിനു മുമ്പത്തെ എപ്പിസോഡിലാണ് നമ്മൾ സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സഭ ഒരു നഴ്സറിയാണെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ സഭയ്ക്കകത്ത് എന്ത് ചെയ്യുന്നു, എല്ലാവരും പാൽ പിടിച്ചുകൊണ്ടിരിക്കുക. അതായത് ആ ശൈശവദശയിലുള്ള ഒത്തിരി പേര്. പൗലോസിന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോഴേക്കും എനിക്ക് മാംസാഹാരം നല്ല കാട്ടികളൊക്കെ തരണമെന്നുണ്ടായിരുന്നു. നല്ല സൂപ്പർ സാധനം, നമ്മുടെ ആൽഫാം ചിക്കനോ തന്തൂരി ചിക്കനോ അങ്ങനെയൊക്കെ നല്ല സൂപ്പർ സ്റ്റേക്കൊക്കെ തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വന്നിട്ട് ഞാൻ കുപ്പിപ്പാല നിങ്ങൾക്ക് തരാൻ പറ്റും, കാരണം നിങ്ങൾക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടില്ല, നിങ്ങൾ ഇന്ന് ശിശുക്കളാണ്. പാലത്രേ. അവിടെ തന്നെ ഇതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ദ വെരി ഫാക്ട് ദാറ്റ് ദർ ഈസ് ചർച്ച് ആൻഡ് മിനിസ്റ്റേഴ്സ് ഈവൻ ടുഡേ ഓൺ എർത്ത് ഈസ് ദ പ്രൂഫ് വി നീഡ് ഹെൽപ്പ് ഫ്രം മിനിസ്റ്റേഴ്സ് ടു ഗ്രോ ഇൻ ദിസ് സാൽവേഷൻ. എന്തിനാ ദൈവം ഈ ഒരു സഭ ഇവിടെ വച്ചിരിക്കുന്നത്? ഒരാൾ രക്ഷിക്കപ്പെട്ടു, അയാളുടെ സാൽവേഷൻ സെക്യൂർഡ് ആണ്, ഫുള്ളി ഓക്കെ ആണെങ്കിൽ പിന്നെ സഭയിൽ പോകേണ്ട ആവശ്യം എന്താ? എന്തിനീ ശുശ്രൂഷകർ? ഈ ശുശ്രൂഷകരൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഇത് പറഞ്ഞില്ലേ നഴ്സറിയാണെന്ന്. അതിൽ ശിശുക്കളെ തുടങ്ങി
സ്പിരിച്വൽ ബേബ്സിനെ തുടങ്ങി എന്ത് ചെയ്യണം, പാല് കൊടുത്ത് പിന്നെ കുറച്ച് കട്ടയായ ആഹാരം കൊടുത്ത് പിന്നെ നല്ല നല്ല രീതിയിൽ വളർത്തിയെടുത്ത് ഈ രക്ഷയിൽ വളർത്തി റെഡിയാക്കി നിർത്താൻ വേണ്ടിയിട്ടല്ല ഈ ശുശ്രൂഷകർ മൊത്തം ലോകം മുഴുവൻ. ഇതുകൂടാതെ ചില ദുരുപദേശങ്ങൾ വരും, അതിനെതിരെ ഫൈറ്റ് ചെയ്യണം. ഈ ആടുകളെ സൂക്ഷിക്കണം, ഇതിനു വേണ്ടിയിട്ടല്ലേ. അതെ. സോ രക്ഷയിൽ നാം വളരണം. അതല്ലാതെ ബില്ലി ഗ്രഹാം വന്നപ്പോൾ ഞാൻ കൈ ഉയർത്തി രക്ഷ പ്രാപിച്ചതാണ്, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി എനിക്കൊരു കൂട്ടായ്മയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ ആ ഫെയ്ത്തിലാണ്. ഒരിക്കലും പാടില്ല. അല്ല, ബില്ലിഗ്രാം വന്നപ്പോൾ ചിലർ അല്ല, റെയ്നാഡ് ബോങ്കെ വന്നപ്പോൾ ഞാൻ കൈ ഉയർത്തിയതാണ്. ഇതൊന്നുമല്ല മക്കളെ, ഇതൊന്നുമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കൈ ഉയർത്തി അന്ന് ഞാൻ 10 പ്രാവശ്യം ഞാൻ സമർപ്പിച്ചതാണ്, 10 പ്രാവശ്യം ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല. തുടർമാനമായി രക്ഷയിൽ വളരണമെങ്കിൽ ഒരു കൂട്ടായ്മക്കകത്ത് ഫീഡ് ചെയ്ത് വളർത്തി രക്ഷയിൽ കൊണ്ടുവരണം. എനിക്ക് ബൈബിൾ പഠിച്ചപ്പോൾ കിട്ടിയത്. അടുത്തത്, യു നീഡ് ടു വർക്ക് ഔട്ട് യുവർ ഓൺ സാൽവേഷൻ. രക്ഷ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. അതാണ് ഫിലിപ്പ് ലേഖനം 2:12 വർക്ക് ഔട്ട് യുവർ ഓൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിങ്. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. അങ്ങനെ എന്തുവാണ് അല്ലേ? ഭയത്തോടും വിറയലോടും കൂടെ. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യണമെന്ന് പറയുന്നത്. ഏത്? വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിങ്. ഭയത്തോടും വിറയലോടും കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രയ്ക്ക് ഒരു ബഹുമാനവും എല്ലാം കൊടുത്താണിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ സാധ്യതയുണ്ട്. യു ഡോണ്ട് നീഡ് ടു വർക്ക് ഫോർ സാൽവേഷൻ, യു നീഡ് ടു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. രക്ഷ കിട്ടാൻ വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. രക്ഷ കിട്ടാൻ വേണ്ടി കുറേ പുണ്യപ്രവൃത്തികളോ ചാരിറ്റിയോ ഒത്തിരി പേർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തൊന്നും ചെയ്യണ്ട. അങ്ങനെ ഒരിക്കലും ഒരാൾക്കും രക്ഷ കിട്ടാൻ പോകുന്നില്ല. എന്നാൽ കിട്ടിയ രക്ഷയെ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേ ചെക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഒരാൾക്ക് അതിൻ്റെ ശമ്പളം കൂലി കിട്ടും. ഒരു 14 ദിവസം ലീവ് എടുത്താലോ പകുതി ശമ്പളം കിട്ടുള്ളൂ. അതെ. ആ ടൈപ്പ് വർക്ക് ചെയ്തുണ്ടാക്കുന്ന സാധനമല്ല ഇത്. പകരം ഒരാൾ ഗിഫ്റ്റായിട്ടൊരു കാര്യം തരികയാണ്. ഓക്കെ, ഗിഫ്റ്റായിട്ട് ഒരു ചെക്ക് തരാം. ഞാനൊരു ചെക്ക് തരാം. ഞാനൊരു ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഭയങ്കര പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോക്കുക. ക്ഷമാ ഡാമിയൻ എന്ന് പേരെഴുതി ഒഫീഷ്യലി എഴുതി എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. വാവ്, 1 lakh rupees ഓൺലി എന്നെഴുതി ഞാനൊരു ചെക്ക് കൊടുക്കുവാണ്. ഈ ചെക്ക് കിട്ടാൻ വേണ്ടി ക്ഷമാ സിസ്റ്റർ ഇവിടെ സ്റ്റുഡിയോയിൽ വന്ന് ഒരു ജോലിയും ചെയ്തിട്ടില്ല. റെഡി അണിഞ്ഞൊരുങ്ങി ലൈറ്റിൽ വന്നിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇത് കൊടുക്കുകയാണ്. ഇതൊരു ഗിഫ്റ്റ്. ചോദ്യങ്ങളുമായിട്ട് വന്നു, അത്രേ ഉള്ളൂ. കുറേ ചോദ്യങ്ങളുമായിട്ട് വന്ന് ശരിയല്ലേ? സൂപ്പർ ചെക്കാണത്. കാണാൻ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീ ഗിഫ്റ്റ്, കൂലിയല്ല, പിന്നെ എന്താ, ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ഇതുപോലെയാണ് സാൽവേഷൻ നമുക്ക് കിട്ടിയത്. പക്ഷെ ഇനി ഈ സാധനം ഒരു നോട്ട്ബുക്ക് എടുത്ത് അതിൽ വെച്ചാലമാരെ വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? വെറുതെ ഒരു പേപ്പർ വേഷനായിട്ടിരിക്കും, അത്രേ ഉള്ളൂ. എന്നാൽ അത് ബാങ്കിൽ കൊണ്ടുപോയി മാറി 1 ലക്ഷം രൂപ കെട്ടി. എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മേടിക്കാൻ? ഇപ്പോഴോ? ചുരിദാറാണ്? ഇല്ല. ചെരുപ്പ്? ഇല്ല. വാനിറ്റി ബാഗ്? എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നിരിക്കട്ടെ. അതിനാണ് വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി വർക്ക് ചെയ്തില്ല, രക്ഷ കിട്ടാൻ വേണ്ടി ഈ ചെക്ക് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കിട്ടിക്കഴിഞ്ഞ ചെക്ക് എൻകാഷ് ചെയ്ത് എൻജോയ് ചെയ്യുന്നതാണ്, യൂസ് ചെയ്യുന്നതാണ് രക്ഷ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എഫേസ്യ ലേഖനം 2:10 പറയുന്നത്, ഫോർ വി ആർ ഗോഡ്സ് ഹാൻഡി വർക്ക് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ടു ഡു ഗുഡ് വർക്ക്സ് വിച്ച് ഗോഡ് പ്രിപ്പേർഡ് ഇൻ അഡ്വാൻസ് ഫോർ അസ് ടു ഡു.
നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം രക്ഷ കിട്ടാൻ വേണ്ടി സൽപ്രവൃത്തികളൊന്നും ചെയ്യണ്ട, രക്ഷിക്കപ്പെട്ട ശേഷം സൽപ്രവൃത്തികൾ മാത്രമേ ചെയ്യാവൂ. ഓ പ്രൈസ് ഗോഡ്. ക്ലിയർ ആണോ? യെസ്. അപ്പം എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ ഈ രക്ഷ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. അതെ. പക്ഷെ അടിസ്ഥാനപരമായി എന്താണ് രക്ഷ എന്ന് മനസ്സിലാക്കിയെങ്കിലല്ലേ ഇത് പോകുമോ, പിടിച്ചുകൊണ്ടിരിക്കുമോ, വരുമോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനാണ് ഇത്രയും വിശദമായി ഞാൻ പറയുന്നത്. അതെ. അടുത്തത്, സാൽവേഷൻ ഈസ് ദ എൻഡ് റിസൾട്ട് ഓഫ് യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞതാണ് അന്തിമമായ ഏറ്റവും അവസാനത്തെ ഫലമാണ് രക്ഷ. അങ്ങനൊരു വചനമുണ്ട്, നോക്കാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 verse 9. 1 പത്രോസ് 1:9. ഫോർ യു ആർ റിസീവിങ് ദ എൻഡ് റിസൾട്ട് ഓഫ് യുവർ ഫെയ്ത്ത്, ദ സാൽവേഷൻ ഓഫ് യുവർ സോൾസ്. വാവ്, ഒരു ഭയങ്കര വചനമാണത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ അത് ആദ്യത്തെ മാത്രം ഒന്നുകൂടി ഒന്ന് വായിച്ചാൽ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുക. അന്തം എന്നാണ് നമ്മൾ പറഞ്ഞത്. എൻഡ് റിസൾട്ട് ശരിക്കുള്ള ട്രാൻസ്ലേഷൻ വരേണ്ടത് അന്തിമ ഫലം. അതിൻ്റെ അർത്ഥം ഒരു 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 ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ട് ഇപ്പോൾ. അതെന്താണത്? സാൽവേഷൻ ഓഫ് ദ സ്പിരിറ്റ്. എൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. അതാണ് ആദ്യത്തെ ഇനീഷ്യൽ റിസൾട്ട്, ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു എൻഡ് റിസൾട്ട് വരാൻ കിടപ്പുണ്ട്. അതെന്താണത്? അവിടെ പറയുന്നത് സാൽവേഷൻ ഓഫ് യുവർ സ്പിരിറ്റ്സ് എന്നല്ല, സാൽവേഷൻ ഓഫ് യുവർ സോൾസ് എന്നാണ്. സ്പിരിറ്റ് ഓൾറെഡി രക്ഷിക്കപ്പെട്ടു. 2 Corinthians 5:17 വെച്ച് എൻ്റെ സ്പിരിറ്റ് രക്ഷിക്കപ്പെട്ടു. എന്നാൽ സോള് എൻഡ് റിസൾട്ടായിട്ട് രക്ഷിക്കപ്പെടുകയുള്ളൂ, അപ്പോൾ അല്ല. അപ്പം അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് പോയി എൻ്റെ എൻഡ് റിസൾട്ട് വരുമ്പോഴേക്കും നമ്മുടെ അകത്തെ സോള്, മൈൻഡ്, വിൽ, ഇമോഷൻസ് ഇതെല്ലാം കൂടെ അവൻ്റേതുപോലെ ആയി മാറും. ഓക്കെ, അതോടൊപ്പം റെസറക്റ്റഡ് ബോഡിയും കൂടി കിട്ടും. അപ്പം 3 പാർട്ടും കൂടി രക്ഷിക്കപ്പെടുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത്. അപ്പോൾ വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന് പറയണമെങ്കിൽ ആ സമയത്തെ പറയാൻ പറ്റും. ഇതെല്ലാം കൂടി രക്ഷിക്കപ്പെട്ട സമയത്തെ നമുക്ക് പറയാൻ പറ്റും. അടുത്തത്, സാൽവേഷൻ ഈസ് ടു ബി റിവീൽഡ് ഇൻ ദ ലാസ്റ്റ് ടൈം. രക്ഷ വെളിപ്പെടുന്നത് ഏറ്റവും ലാസ്റ്റേ ഉള്ളൂ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 verse 5. അവിടെ പറയുന്നത്, വി ത്രൂ ഫെയ്ത്ത് ആർ ഷീൽഡഡ് ബൈ ഗോഡ്സ് പവർ until the coming of the salvation that is ready to be revealed in the last time. 4-ാമത്തെ വചനമാണ് മലയാളത്തിൽ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, the total salvation will be revealed only in the last time. അന്ത്യകാലത്തിൽ സമ്പൂർണ്ണ രക്ഷ എപ്പോഴേ വരുള്ളൂ? അന്ത്യകാലത്തെ വരുള്ളൂ. ഇപ്പോൾ വന്നിട്ടില്ല, ആരും സമ്പൂർണ്ണ രക്ഷയിൽ എത്തിയിട്ടില്ല. 2, till that time, അന്ന് വരെ എന്ത് സംഭവിക്കും? യു വിൽ ബി ഷീൽഡഡ് ബൈ ഗോഡ്സ് പവർ. ദൈവശക്തിയാൽ കാക്കപ്പെടും. അതൊരു ഭയങ്കര എൻകറേജിങ് അല്ലേ? അപ്പോൾ രക്ഷ നഷ്ടപ്പെടാതെ കാത്തുകൊള്ളാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി അവൈലബിൾ ആണ്. വാ, അടുത്തത്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സാൽവേഷൻ ഈസ് എ ജേർണി. രക്ഷ ഒരു യാത്രയാണ്. ഇതൊരു യാത്രയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 9:2 നമ്മൾ കാണുന്നത്, ആദ്യം സഭയ്ക്ക് ഇങ്ങനെ ഉളവായി വരുന്ന സമയത്ത് അവിടെ കാണുന്നത്, ഈ മാർഗക്കാർ, ഹി ഫൗണ്ട് എനി ദെയർ ഹു ബിലോങ് ടു ദ വേ എന്നാണ് പറയുന്നത്. ഈ മാർഗക്കാർ, കാരണം ഒരു വേ ആണത്, വേ ഓഫ് സാൽവേഷൻ ഓർ ജേർണി ഓഫ് സാൽവേഷൻ. ഇറ്റ് ഈസ് എ ജേർണി. അതുപോലെ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 verse 11 നോക്കുമ്പോൾ, 1 പത്രോസ് 2:11, ബിലവഡ് ഐ ബെഗ് യു ആസ് sojourners and pilgrims abstain from fleshly lusts which war against the soul. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അതായത് അവിടെ പറയുന്നത് സോജേണേഴ്സ് ആൻഡ് പിൽഗ്രിംസ്. പിൽഗ്രിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീർത്ഥയാത്രക്കാർ അല്ലേ, ഇങ്ങനെ തീർത്ഥാടനക്കാർ അല്ലേ. അപ്പം നമ്മൾ ഇന്നെന്താണ്?
ആ സോജേണേഴ്സ് ആൻഡ് പിൽഗ്രിംസ് ആണ്. നമ്മളിങ്ങനെ യാത്രികരാണ്, രക്ഷായാത്രയിലാണ്. ഇതൊരു യാത്രയാണ്. ദിസ് ഇസ് എ ജേണി, സാൽവേഷൻ ജേണി. അപ്പം ഞാൻ ഈ ദ ജേണി ഓഫ് സാൽവേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സീരീസ് ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു ബുക്കൊക്കെ എഴുതാൻ വേണ്ടി കുറേ ആക്കി വെച്ചെങ്കിലും അത് പബ്ലിഷ് ചെയ്തില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു ഓർമ്മയിൽ വന്നൊരു സാധനം, ജോൺ ബെനി എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു ഇംഗ്ലണ്ടിൽ. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. ഭയങ്കര പീഡനമൊക്കെ നടക്കുന്ന കാലം. അപ്പോൾ അദ്ദേഹം പാർട്ടായിട്ട് സ്വപ്നം കണ്ടു. ജയിലിൽ കിടന്നുറങ്ങുമ്പോൾ പാർട്ടായിട്ട് സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചൊരു പുസ്തകം എഴുതി. അതിൻ്റെ പേരാണ് പരദേശി മോക്ഷയാത്ര, പിൽഗ്രിംസ് പ്രോഗ്രസ്. അതിലറിയാം, അതിലെ മെയിൻ ക്യാരക്ടർ പേരാണ് ക്രിസ്ത്യൻ എന്ന ആളുടെ പേര്. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് ഇങ്ങനെ പോകുന്നൊരു തുടക്കം, അങ്ങനെ വലിയ ഭാരിച്ചൊരു കെട്ട് ബാക്ക് പാക്കായിട്ട് പുറകിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോയി കുറേ രംഗങ്ങളുണ്ട്. അതിൽ ഒരു ക്രൂശ് കാണുകയാണ്, ഒരു കുരിശ് കാണുക. ആ കുരിശിൻ്റെ മുമ്പിലെത്തുകയല്ല, ഈ ബാക്ക് പാക്ക് തന്നെ അഴിഞ്ഞ് പാണ്ടെല്ലാം കൂടി ആ കുന്നിൻ്റെ ചരിവിലേക്ക് ഉരുണ്ടുരുണ്ടുരുണ്ടുരുങ്ങി പോയി. അതിൻ്റെ അർത്ഥം അയാൾ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം പിന്നെ അയാൾ ഒരു യാത്ര തുടരുകയാണ്. പരദേശി മോക്ഷയാത്ര. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. അതിൻ്റെ മൂവി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ദ പിൽഗ്രിംസ് പ്രോഗ്രസ്, പരദേശി മോക്ഷയാത്ര മൂവിയൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. നല്ലൊരു പിക്ചർ കിട്ടും. രക്ഷ ഒരു യാത്രയാണ്. അപ്പോൾ രക്ഷയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ കേട്ടു. വളരെയധികം നന്ദി. ഒത്തിരി പേർക്കും മനസ്സിലായിട്ടുണ്ട്. ഒത്തിരി പേര് നോട്ട്സൊക്കെ എഴുതിയെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്ന, അതായത് ഇപ്പോൾ പഠിപ്പിച്ച കാര്യം, രക്ഷ അത് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വെച്ചാൽ രക്ഷ നഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ നഷ്ടപ്പെട്ടാൽ ആ കൂട്ടത്തിൽ രക്ഷ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനെ പിന്തുണയ്ക്കുന്ന ബൈബിൾ വചനങ്ങൾ കൂടെ കുറച്ചുകൂടെ ലഭിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ നോട്ട്സ് എഴുതിയിട്ടുള്ള ആളുകൾക്ക് അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. അതായത് ഇറ്റേണൽ സെക്യൂരിറ്റി, രക്ഷയ്ക്ക് നിത്യമായൊരു ഭദ്രത ഉണ്ട് എന്ന് പറയുന്ന കുറേ വചനങ്ങൾ ബൈബിളിലുണ്ട്. നഷ്ടപ്പെടുത്തിക്കളയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന വചനങ്ങളുമുണ്ട്. രണ്ട് ഗ്രൂപ്പ് വചനങ്ങൾ ബൈബിൾ. അവിടെയാണ് ഈ കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. ഗ്രേ വരാൻ കാരണം, കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനും വരാൻ കാരണം രണ്ടിനും ഉണ്ട് വചനങ്ങൾ. രക്ഷ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് പറയുന്ന വചനങ്ങളുമുണ്ട്, നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട്, സൂക്ഷിച്ചോ എന്ന് പറയുന്ന വചനങ്ങളുമുണ്ട്. ഇത് രണ്ടും നമ്മൾ പെട്ടെന്നൊന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാവുന്നത് ദ വേഴ്സസ് ദാറ്റ് സപ്പോർട്ട് ഇറ്റേണൽ സെക്യൂരിറ്റി. അപ്പോൾ അത് പെട്ടെന്ന് പറയാം. കുറിച്ചിടുക, ടൈപ്പ് ചെയ്യുക. യോഹന്നാൻ്റെ സുവിശേഷം 10:27 മുതൽ 29 വരെ വായിക്കുമ്പോൾ ജീസസ് സെയ്സ് ഹിസ് ഷീപ്പ് ഹിയർ ഹിസ് വോയിസ് ആൻഡ് ദേ ഫോളോ ഹിം and no one can snatch them out of his hand. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അപ്പോൾ അത്രയും ഭദ്രമല്ലേ, സേഫ്. അതാണ് ഒരു ഭാഗം. ഒരിക്കലും രക്ഷിക്കപ്പെട്ട ഒരാൾ ഒരിക്കലും പിന്നെ നഷ്ടപ്പെട്ടു പോകുകയില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 38-39 വായിക്കുമ്പോൾ നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവേശുള്ള ദൈവസ്നേഹത്തിൽ നിന്നും ആർക്കും നമ്മെ പറിച്ചുകൊണ്ട് പോകാൻ, വേർപെടുത്താൻ സാധ്യമല്ല. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് തുടർച്ചയായി ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്ക് ഇത് ബോറടിയായിട്ട് തോന്നരുത്. പക്ഷേ വീണ്ടും പറയുകയാണ്, കേൾക്കുന്നത് കൂടെ കേൾക്കുന്നത് നല്ലതാണ്. 17 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത ശേഷം, അതായത് നമ്മളെ ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും അടർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത 17 കാര്യങ്ങൾ, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ദൂതന്മാർ, ഇത് എല്ലാം പറഞ്ഞ ശേഷം ഇതിനൊന്നിനും നമ്മളെ വേർപിരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. 17 കാര്യങ്ങൾ. പക്ഷെ അതിനകത്ത് നമ്മളില്ല. എൻ്റെ അർത്ഥം നമുക്ക് പറ്റും. അത് എനിക്ക് എന്നെ തന്നെ ദൈവസ്നേഹത്തിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ വലിയൊരു സന്തോഷമുള്ള കാര്യം വേറൊന്നിനും പറ്റില്ല എന്നുള്ളതാണ്. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. ബാക്കി കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. എൻ്റെ ഫ്രീ വില്ലിൽ എനിക്ക് വേണമെങ്കിൽ വാക്ക് ഔട്ട് ചെയ്യാം. നമ്പർ 3, ഫിലിപ്പ് ലേഖനം 1:6 നമ്മൾ നേരത്തെ കണ്ടതാണ്. ഹി വിൽ ക്യാരി ഇറ്റ് ഓൺ ടു കംപ്ലീഷൻ. അത് പൂർത്തീകരിക്കും. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 13-14 ബിലീവേഴ്സ് ആർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആസ് എ ഗ്യാരണ്ടി.
വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് ഒരു മുദ്ര അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെക്യൂർഡാണ്. 1 പത്രോസ് 1:3-5 വരെ വായിക്കുമ്പോൾ ബിലീവേഴ്സ് ആർ കെപ്റ്റ് ബൈ ദ പവർ ഓഫ് ഗോഡ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താൽ ദൈവശക്തിയിൽ ഇന്ന് വാക്യൂം പാക്ക് ചെയ്ത് സൂക്ഷിക്കുകയാണ് വിശ്വാസികളെ. യൂദായുടെ ലേഖനം 24 ഗോഡ് ഈസ് ഏബിൾ ടു കീപ്പ് us ഫ്രം സ്റ്റംബ്ലിംഗ് ആൻഡ് പ്രസൻറ്റ് us ബ്ലെയിംലെസ്. നമ്മളെ കുറ്റമില്ലാത്തവരായി ഇടറിപ്പോകാതെ വീണു പോകാത്തവരായി ദൈവം തൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ ശക്തനാണ്. എബ്രായ ലേഖനം 5:9 ഇങ്ങനെയാണ് പറയുന്നത്, വൺസ് മെയ്ഡ് പെർഫെക്റ്റ് ഹീ ബിക്കേം ദ സോഴ്സ് ഓഫ് ഇറ്റേണൽ സാൽവേഷൻ ഫോർ ഓൾ ഹൂ ഒബേ ഹിം. തന്നെ അനുസരിക്കുന്ന എല്ലാവർക്കും നിത്യരക്ഷയുടെ ഉറവിടമായി അവൻ മാറി. അപ്പോൾ അവിടെ പറയുന്നത് നിത്യരക്ഷ എന്നാണ്. അത് ചെറിയ രക്ഷയല്ല, ഇത് വെറും കൊച്ചു രക്ഷയല്ല, ഇത് നിത്യകാലം നിൽക്കുന്ന ഒരു രക്ഷയാണെന്ന്, ഒരു ഭദ്രതയാണ്. എബ്രായ ലേഖനം 9:12 നമ്മൾ കാണുന്നത് ഇറ്റേണൽ റിഡംഷൻ എന്നാണ്. നിത്യമായ വീണ്ടെടുപ്പ്. ഈ ഭൂമിയിലോ കുറച്ച് നാളത്തേക്ക് 2 വർഷത്തേക്കുള്ള വീണ്ടെടുപ്പല്ല, നിത്യ വീണ്ടെടുപ്പ് എന്ന് പറയുന്നുണ്ട്. എന്നേക്കുള്ളൊരു വീണ്ടെടുപ്പ്. എബ്രായ ലേഖനം 9:15 ഇറ്റേണൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നുണ്ട്. നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം, നിത്യാവകാശം. അപ്പോൾ ഇപ്പോഴുള്ള 10 വർഷത്തേക്കല്ല, നിത്യമാണ്. 26-ാമത്തെ വചനത്തിൽ 9:26 ഹി ഹാസ് appeared once for all at the culmination of the ages to do away with sin by the sacrifice of himself. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എന്ന് വെച്ചാൽ നമ്മുടെ പാപങ്ങൾ മൊത്തം, ഇനിയൊരു യാഗമരണമില്ല. ഇപ്പോൾ കുറേ പേരൂടെ പാപം ചെയ്തുകൊണ്ട് ഒന്നുകൂടി വന്ന് ക്രൂശിൽ മരിക്കാം. നോ, എന്നേക്കുമായി അവൻ യാഗം കഴിച്ച് കഴിഞ്ഞു. അപ്പം ഇതെല്ലാം സെക്യൂരിറ്റി ഉണ്ടെന്നുള്ളതിൻ്റെ വചനങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ ഇതിനകത്ത് ഇത്രയും നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രക്ഷ ഭദ്രമാണ് എന്ന് പറയുന്നതിൻ്റെ വചനഭാഗങ്ങളാണ്. പക്ഷെ രക്ഷ നഷ്ടപ്പെടാമെന്ന് പറഞ്ഞ് കുറേ പേര് വാദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ഇപ്പം ഈ ഗ്രേ എന്ന് പറയാൻ കാരണം 2 ടൈപ്പിലും വചനഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്നതിലുള്ള അങ്ങനെ വാദിക്കുന്നവർ എടുത്തു കാണിക്കുന്ന വചനഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2നും വചനങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേ വചനങ്ങൾ നമുക്ക് സീരിയസ് വാർണിംഗ് ആയിട്ട് ന്യൂ ടെസ്റ്റമെൻറ്റിൽ കാണുന്നുണ്ട്. ഒരിക്കൽ രക്ഷ സ്വീകരിച്ചവർ ഭയങ്കരമായി വാൺ ചെയ്തുകൊണ്ടുള്ള കുറേ വചനങ്ങൾ, അതൊരു 80ഓളം ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാം കൂടി പറഞ്ഞ് പോഡ്കാസ്റ്റ് 10 മണിക്കൂറാക്കുന്നില്ല, വളരെ ഷോർട്ടായിട്ട് അത്യാവശ്യമുള്ളത് മാത്രം പറയാം. പക്ഷേ ഇത് ഭയങ്കര സംഭവമാണ്. വാർണിംഗ് പാസേജസ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 6 വരെ താഴത്തോട്ട് വായിച്ചു വരുമ്പോൾ, ജീസസ് സേസ് ബ്രാഞ്ചസ് in him that do not remain are removed and burned. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. അതിനെ കത്തിച്ചു കളയുന്നു, തീയിലിട്ട് ചുട്ടുകളയുന്ന പറഞ്ഞിരിക്കും. ഫലം കായ്ക്കാത്ത കൊമ്പുകൾ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിപ്പിൻ. കണ്ടോ? അപ്പോൾ കായ്ക്കാത്ത വസിക്കാത്ത കൊമ്പുകൾ, ഫലം കായ്ക്കാത്ത കൊമ്പുകൾ, ഇതിനെല്ലാം വെട്ടി തീയിലിടും. റോമലേഖനം 11:20 മുതൽ 22 വരെ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, കണ്ടിന്യൂ ഇൻ ഹിസ് കൈൻഡ്നസ് അതർവൈസ് യു ഓൾസോ വിൽ ബി കട്ട് ഓഫ്. അതായത് യഹൂദൻ്റെ ഉപമയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഹൂദനെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് നാട്ടൊലിവായ യഹൂദനോട് കൂടെ കാട്ടൊലിവായ ജാതികളെ കൊണ്ടുപോയി ഗ്രാഫ്റ്റ് ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണണം. സ്റ്റേർനെസ് ആൻഡ് കൈൻഡ്നസ്, ഇത് രണ്ടും കാണണം. അതാണ് ബാലൻസ്ഡ് ടീച്ചിങ്. ബാലൻസ്ഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹവാനാണോ? ആണ്. അപ്പോൾ തന്നെ ദൈവം നീതിമാനുമാണ്. ദൈവം എല്ലാത്തിനും കൂട്ടു നിൽക്കില്ല. അപ്പോൾ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കണം. അവിടെ പൗലോസ് പറയുന്നത് കണ്ടിന്യൂ ഇൻ ഹിസ് കൈൻഡ്നസ്, അവൻ്റെ ദയയിൽ നിലനിൽക്കുക, ഇല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. യഹൂദൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് പുതിയ നിയമവിശ്വാസികളോട് പറയുന്ന കാര്യമോ? വാർണിംഗ് പാസേജ്. കൊലോസ് ലേഖനം 1-ാം അധ്യായം 21 മുതൽ 23 വരെ വായിക്കുമ്പോൾ, പോൾ സ്പീക്സ്
of final presentation. If indeed you continue in the faith. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനൽ പ്രസൻറ്റേഷനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതായത് ദൈവമുമ്പാകെ ഒരു പ്രസൻറ്റേഷൻ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇന്ന് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോയി ദൈവസന്നിധിയിൽ ഒരു ഫൈനലായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നൊരു സമയം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുവരെ അത് അങ്ങനെ നടക്കണമെങ്കിൽ പൗലോസ് പറയുകയാണ്, ഇഫ് ഇൻഡീഡ് യു കണ്ടിന്യൂ ഇൻ ദ ഫെയ്ത്ത്, നിങ്ങൾ വിശ്വാസത്തിൽ തുടർന്നാൽ. അപ്പോൾ തുടരുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഇല്ലേ? എബ്രായ ലേഖനം 2:1-4 വരെ വായിക്കുമ്പോൾ അവസാനിക്കുന്നത് ഇങ്ങനെ, ഹൗ ഷാൽ വി എസ്കേപ്പ് ഇഫ് യു നെഗ്ലക്റ്റ് സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ. ഇത്ര വലിയ രക്ഷയെ നാം അഗണ്യമാക്കിയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതിൻ്റെ അർത്ഥം രക്ഷയെ അഗണ്യമാക്കാം, നെഗ്ലക്റ്റ് ചെയ്യാൻ കഴിയും. നേരത്തെ ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തത് ഓർമ്മയുണ്ടോ? ആ ഗിഫ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, മൊബൈൽ വേണ്ടെന്ന് വെച്ചാൽ മൊബൈൽ എവിടെയോ ഇട്ടിട്ട് കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. പൊടി പിടിച്ച് അൺയൂസ്ഡായിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യരുത് സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ, ഇത്ര വലിയ രക്ഷയെ. എബ്രായ ലേഖനം 3:7 മുതൽ അങ്ങോട്ട് നീണ്ട 18-ാമത്തെ വചനം വരെ പറയുന്നത്, ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട്സ്, നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. ടേക്ക് കെയർ ബ്രദേഴ്സ് ലെസ്റ്റ് ദർ ബി ഇൻ എനി ഓഫ് യു ആൻ ഈവിൾ അൺബിലീവിങ് ഹാർട്ട് ലീഡിങ് യു ടു ഫോൾ അവേ ഫ്രം ദ ലിവിങ് ഗോഡ്. അവിടെ പറയുന്നതനുസരിച്ച് ലെസ്റ്റ് ദർ ബി ഇൻ എനി ഓഫ് യു ആൻ ഈവിൾ അൺബിലീവിങ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഒരിക്കൽ നിങ്ങൾ വിശ്വസിച്ചു, അവിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ ഹൃദയം തന്നെ എന്താവും? ദുഷ്ടഹൃദയമായി മാറും. അത് നിങ്ങളെ ജീവനുള്ള ദൈവത്തിൽ നിന്നും മുഴുവനും വീഴുവാനിടയാക്കും. വാർണിംഗ് പാസേജ് എബ്രായ ലേഖനം 6:4-8 വരെ വായിക്കുമ്പോൾ അതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഞാൻ പറയുന്നത്. സ്പീക്സ് ഓഫ് പീപ്പിൾ ഹു വെർ എൻലൈറ്റൻഡ്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ എന്ന് പറഞ്ഞാൽ അകത്ത് ഒരിക്കൽ വെളിച്ചം കിട്ടി. അങ്ങനെയുള്ളവർ ഹു ടേസ്റ്റഡ് ദ ഹെവൻലി ഗിഫ്റ്റ്, സ്വർഗീയ ലോകത്തിന്റെ കൃപാവരങ്ങളെ, അതെ, സ്വർഗീയ ദാനം ആസ്വദിച്ചവർ, ഷെയർഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ആൻഡ് ദെൻ ഫെൽ അവേ, അവർ പിന്മാറിപ്പോയാൽ. കണ്ടോ വാർണിംഗ് പാസേജ്. അടുത്തത് എബ്രായ ലേഖനം 10:26-31 വരെ അവിടെ പറയുന്നത്, വാൺസ് ഓഫ് സിവിയർ ജഡ്ജ്മെൻറ്റ് ഫോർ ദോസ് ഹു ഗോ ഓൺ സിന്നിങ് ഡെലിബറേറ്റ്ലി ആഫ്റ്റർ റിസീവിംഗ് ദ നോളജ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ. യെസ്. അപ്പോൾ അവിടെ 25 വായിക്കാമോ? സൽപ്രവൃത്തികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അവിടെ ശരിക്കും ഇവിടെ വായിക്കുവാണെങ്കിൽ എന്താണ് കൂട്ടായ്മ മറക്കരുത്, അത് 24-ാമത്തെ വചനം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുക. അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ട് എബ്രായ ലേഖനം എഴുതിയ ആൾ ഇങ്ങനെ വരെ പറഞ്ഞു, സഭായോഗം മുടക്കരുത്, വീണ് പോകാതിരിക്കാൻ. വാർണിംഗ് പാസേജാണ്. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ചില പോഡ്കാസ്റ്റുകൾ നമ്മൾ ഇതിനെക്കുറിച്ച് സഭയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു, ഓൺലൈൻ എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇരിക്കാതെ, സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ. ഞാൻ പറഞ്ഞു ഒരു റിമോട്ട് ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരു കൂട്ടായ്മയില്ല, അങ്ങനെയുള്ള സമയത്ത് ദാറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ അവസരങ്ങളുള്ളവർ, സാധ്യമായവർ, കൈയും കാലിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടായ്മക്കകത്തേക്ക് വന്ന് എന്ത് ചെയ്യണം? പാപത്തിൽ വീണ് സത്യത്തിൻ്റെ പരിജ്ഞാനം കിട്ടിയിട്ട് പിന്നെയും പിന്മാറിപ്പോകുന്ന അവസ്ഥ വരാതിരിക്കാൻ സഭായങ്ങൾ ഉപേക്ഷിക്കാതെ കൂട്ടമായി വന്ന് അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിച്ച് ഫ്രീക്വൻ്റായി അതിൽ നിൽക്കണമെന്ന് പറയും. എബ്രായ ലേഖനം 12:25-29 വരെ വായിക്കുമ്പോൾ, സീ ദാറ്റ് യു ഡു നോട്ട് റെഫ്യൂസ് ഹിം ഹു ഈസ് സ്പീക്കിംഗ്, ഫോർ ഇഫ് ദേ ഡിഡ് നോട്ട് എസ്കേപ്പ് മച്ച് ലെസ് വിൽ വി. അപ്പോൾ ഈ അവനെ ഇങ്ങനെ സംസാരിക്കുന്നവനെ ഉപേക്ഷിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ.
ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. ഇതൊക്കെ വാണിംഗ് പാസേജസ് അല്ലേ? അതെ, ഞാനത് പറഞ്ഞ ഇങ്ങനെയുണ്ട് വചനം, ഇങ്ങനെയുണ്ട് വചനം. ഇനി 2 Peter chapter 2 verse number 20-22 speaks of people who escaped the defilements of the world through the knowledge of Christ and then became entangled again. അതൊന്ന് വായിക്കുന്നല്ല. 2 പത്രോസ് 2:20-22 വരെ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. ഒരിക്കൽ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടി എന്ന് വെച്ചാൽ പാപങ്ങളിലൊക്കെ രക്ഷിക്കപ്പെട്ട് കൂട്ടത്തിൽ ഓടുകയാണ്. ഓക്കെ, വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയ. അയ്യോ, ആ പാപങ്ങളിൽ തന്നെ വീണ്ടും കുരുങ്ങി തോറ്റാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. വാർണിംഗ് പാസേജ് പോരെ? 80 എണ്ണം വേണ്ടല്ലോ. ഇത്രയും ഡോസ് കിട്ടിയാൽ പോരെ? ചുരുക്കി പറഞ്ഞാൽ ഇറ്റേണൽ സെക്യൂരിറ്റി ഈസ് കണ്ടീഷണൽ സെക്യൂരിറ്റി. നിത്യമായ സുരക്ഷിതത്വം ഉണ്ട്. രക്ഷഭദ്രമാണോ? അതെ. പക്ഷെ കണ്ടീഷൻ സപ്ലൈ, ഒരു സ്റ്റാർ ഇട്ടിട്ട് കണ്ടീഷൻ സപ്ലൈ, വ്യവസ്ഥകൾ അനുസരിച്ച്, വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമാണ്. എന്ന് വെച്ചാൽ നിലനിന്നാൽ വീണു പോകാതിരുന്നാൽ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരുന്നാൽ, പാപത്തിൽ വീണ് പിന്നെ തിരിച്ചു വരാൻ പറ്റാതെ വണ്ണം മാലിന്യത്തിൽ കിടന്ന് ഭീകരമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൂർവ്വസ്ഥിതിയേക്കാൾ ഭീകരമായിപ്പോൾ അവരുടെ ലൈഫ്. ഇതൊക്കെ നമ്മൾ നിത്യം കാണുന്നതാണ്. ഇത്രയും പോരെ? അപ്പോൾ രണ്ടിനും കിട്ടിയില്ലേ? അതായത് ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. രക്ഷഭദ്രമാണോ? തീർച്ചയായും അതെ. അതിനുവേണ്ടി ധാരാളം വചനങ്ങളുണ്ട്. എന്നാൽ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? വാർണിംഗ് പാസേജസും ധാരാളമുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വേണം കാര്യങ്ങൾ ചിന്തിക്കാൻ. അപ്പം ശരിക്കും ഇവിടെ നമുക്ക് അഷ്വറൻസ് പാസേജസും വാർണിംഗ് പാസേജസും, 2 ടൈപ്പ്, ഉറപ്പ് നൽകുന്നതും മുന്നറിയിപ്പ് നൽകുന്നതും ആയിട്ടുള്ള 2 ടൈപ്പ് വചനങ്ങൾ നൽകി. പക്ഷേ ഈ 2 ടൈപ്പ് വചനങ്ങളും ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് ഇങ്ങനെ അങ്ങ് എഴുതി പോകുമ്പോഴും ഇതിനെങ്ങനെയാണൊന്ന് ഒരുമിച്ച് ഒന്ന് ചേർത്ത് വെച്ചൊന്ന് പഠിക്കാൻ പറ്റുന്നത്? കുറേ ആളുകൾ പറയുന്നത് ബൈബിളിൽ ഒത്തിരി കോൺട്രാഡിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ. എനിക്ക് എത്രയോ മെസ്സേജുകളാണ് ലഭിക്കുന്നത്. ബ്രദറെ, ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനം 21 ഇങ്ങനെ കണ്ടു, പക്ഷേ ഇപ്പുറത്ത് ഇങ്ങനെ ഉണ്ട്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ലേ? ബൈബിൾ കോൺട്രാഡിക്ഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ ഇതൊരു ക്ലൂ ആണ്. അതായത് പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന, അതായത് ഓപ്പോസിറ്റ് ട്രൂത്ത്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതും സത്യമാണ്, ഇതും സത്യം, പക്ഷേ ഓപ്പോസിറ്റാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം? ഇത് മാത്രമല്ല, എവിടെ അപ്ലൈ ചെയ്യാവുന്നൊരു പ്രിൻസിപ്പിൾ പഠിപ്പിക്കാൻ പോവാം. എന്ത് ചെയ്യണം? ബാലൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ ഫുൾ കൗൺസിൽ ഓഫ് ഗോഡ്സ് വേർഡ് ഈസ് എ സൊല്യൂഷൻ. ബാലൻസ്, ഇവിടെയാണ് നമുക്ക് ബാലൻസ് വേണ്ടത്. ബാലൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫുൾ കൗൺസിൽ ഓഫ് ഗോഡ്. ഞാൻ കൂടെ പറയാറുള്ളൊരു കാര്യം വീണ്ടും പറയുവാണ്. അപ്പോസ്തലപ്രവൃത്തിയിലെ 20-ാം അധ്യായം, 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം പൗലോസ് അപ്പോസ്തലൻ കപ്പലിൽ ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുമോ പോകാൻ. സെൻഡ് ഓഫ് മീറ്റിംഗ് നടക്കുന്നു. ഒത്തിരി മൂപ്പന്മാർ, എൽഡേഴ്സ്, ഇന്നത്തെ ഭാഷയിൽ പാസ്റ്റേഴ്സ് മീറ്റിംഗ്, ഒരു വലിയ പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്. എല്ലാവർക്കുള്ള ഫൈനൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് പൗലോസ് പറയുകയാണ്, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആലോചന പൂർണ്ണമായും തന്നു. ഇതിനെ പറയുന്ന പേരാണ് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. അവിടെ നിന്നും എടുത്ത് പാർഷ്യൽ ട്രൂത്ത്സ് അല്ല, മൊത്തം കൂടി എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ടീച്ചിങ്. അപ്പോൾ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന 2 സത്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനൊരു ബാലൻസിൽ കൊണ്ടുവരണം. ഇതും സത്യമാണ്, ഇതും സത്യമാണ്. അത് രണ്ടും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ശരി. ഒറ്റ വചനം കൊണ്ട് ഞാൻ ചേർത്ത് വെക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ഫുൾ കൗൺസിൽ കിട്ടും. ഓക്കെ, അതാണ് സത്യം. അതിന് നല്ലൊരു സൂപ്പർ ഉദാഹരണം, ഒരു സൂപ്പർ വചനം ഞാൻ തരാം. വളരെ കൺഫ്യൂഷൻ പോവും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വായിച്ചു നോക്കണം. ജോൺ ചാപ്റ്റർ 8:31-32. To the Jews who had believed in him,
Jesus said, if you hold to my teaching, you are really my disciples. Then you will know the truth, and the truth will set you free. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി Yeah. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിൽ തന്നെ എല്ലാം കിടപ്പുണ്ട്. വിശ്വസിച്ചു അവർ, അല്ലേ? അതിൻ്റെ അർത്ഥം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു. അതെ. പക്ഷെ കർത്താവ് ഉടൻ തന്നെ കണ്ടീഷൻസ് അപ്ലൈ. എന്താണ് കണ്ടീഷൻ? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഹോൾഡ് ടു മൈ ടീച്ചിങ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ മാത്രമേ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യൂ. അതല്ലാതെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു, എക്സൈറ്റഡായി സാക്ഷ്യം പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു, ഹല്ലേലൂയ, ഞാൻ വീട്ടിൽ പോകുന്നു, ബൈ, അതല്ല ഈ പരിപാടി. ദിസ് ഈസ് എ ലൈഫ് ടൈം ജേർണി. അതുകൊണ്ട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, 2 വഴികളുണ്ട്, വിശാലമായ വഴിയോ, ഒത്തിരി പേര് അതിൽ പോകുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അവസാനം അതൊരു വഴിയാണ്. ഇറ്റ്സ് എ ജേർണി. ഇപ്പുറത്തൊരു വഴിയുണ്ട്, നാരോവാ, അതിലൂടെ പോകുന്നൊരു കുറവാണ്, പക്ഷെ അതിൻ്റെ അവസാനം നിത്യജീവൻ. ചോയ്സ് ഇസ് അപ് ടു യു. പക്ഷേ ദിസ് ഇസ് എ ജേർണി. ഇതൊരു ഒറ്റപ്പെട്ടൊരു സംഭവം അല്ലെന്നേ, ലൈഫ് ലോങ്. ഒരിക്കൽ ബില്ലി ഗ്രഹാം ക്രൂസുകളിൽ കൈ ഉയർത്തി, ബോംഗെ ക്രൂസുകളിൽ കൈ ഉയർത്തി, ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്ന് യേശുവിന് വേണ്ടി സമർപ്പിച്ചു. ഇപ്പോൾ ഞാൻ ഓക്കെ ആയി, ഇനിയിപ്പോൾ കർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ രക്ഷ അന്ന് കിട്ടിയത്, അന്ന് എനിക്ക് രക്ഷ അവിടെ വെച്ച് കിട്ടിയതാണ്, പൊക്കറ്റി കിടപ്പുണ്ട്, സൂക്ഷിച്ചപ്പോൾ അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതല്ല. ഇനിയൊരു ഞെട്ടിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ ഇതിൽ വായിച്ചില്ല എങ്കിലും എൻ്റെ വായിൽ വരുന്നതുകൊണ്ട് പറഞ്ഞു, പറയണ്ടെന്നാണ് വിചാരിച്ചത്. പത്രോസ് ഒരു കാര്യം എഴുതി വെച്ചു. പത്രോസാണ് എൻ്റെ വിശ്വാസം. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും അഭക്തൻ്റെയും ഗതി എന്താവും? ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇപ്പോൾ കളഞ്ഞു പോകും, ആ അർത്ഥത്തിലൊന്നുമല്ല. ഈ ബാലൻസിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എപ്പോഴും രക്ഷിക്കപ്പെട്ടവൻ എന്ന പ്രസ്താവന പൂർണ്ണമായിട്ടും ശരിയാണോ? ഒരു തരത്തിൽ ഇറ്റ് ഡിപ്പെൻസ് വാട്ട് യു മീൻ ബൈ ഇറ്റ്. എന്തർത്ഥത്തിലാണിത് പറയുന്നതെന്ന് ആദ്യം നോക്കണം. ഒരിക്കൽ ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്, ഒരിക്കൽ പൂർണ്ണമായും രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷേ പൂർണ്ണമായും നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വർക്കിംഗ് പ്രോഗ്രസ് ആയതുകൊണ്ടും ഇങ്ങനെയൊരു പാപലോകത്തിൽ, ദുഷ്ടലോകത്തിൽ, ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിൽ പ്രലോഭനങ്ങളുള്ള, പുറകിലേക്ക് പിന്മാറ്റത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു ലോകത്തായതുകൊണ്ട് കിട്ടിയ രക്ഷ ദൈവശക്തിയിൽ കാത്തു സൂക്ഷിച്ച് അവനിൽ തന്നെ നിലനിന്ന് അവസാനം വരെ വിശ്വാസം കാത്താൽ, ഇത്രയും ഭാഗം ബ്രാക്കറ്റിൽ പറഞ്ഞ ശേഷം വേണം യു ആർ സേവ്ഡ് എന്ന് പറയാൻ. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സമ്മാനം തന്നു, ഞാൻ ആ സമ്മാനം തിരിച്ചു തരികയാണ്, എനിക്ക് വേണ്ട എന്ന് പറയുന്ന പോലെ. ഇതുപോലെ വിശ്വാസം ത്യജിക്കുന്ന ചില ആളുകൾ, അപ്പോസ്റ്റസി അഥവാ വിശ്വാസത്യാഗം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചും കൂടി ഒന്ന് വിശദീകരിക്കാമോ? വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി എൻ്റെ ഹൃദയത്തിൽ നിന്നും യേശു രക്ഷകനല്ല എന്ന് പറഞ്ഞ് ഞാൻ ത്യജിച്ച് പുറംതിരിഞ്ഞ് നടക്കുന്ന അനുഭവമാണ്. അത് ടെംപ്റ്റേഷൻ അല്ല. വിശ്വാസികൾ പ്രലോഭനങ്ങളിലൂടെ പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ട്, മിക്കവാറും എല്ലാ ദിവസവും വീഴാറുണ്ട്. ഇതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇടയ്ക്ക് ചെയ്യുന്ന പാപങ്ങളോ അല്ലെങ്കിൽ വീക്ക്നെസ് എന്നൊക്കെ പറയുമല്ലോ, അതെൻ്റെ ഒരു ബലഹീനതയാണ്. അത് സിന്നിൻ്റെ യൂഫിമിസമാണെന്ന് പറയുന്നത്, സോഫ്റ്റായിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ അതുപോലെ ചില സമയത്ത് നമ്മളുടെ ഇത് ശ്രദ്ധിക്കുന്നതല്ല, എനിക്കൊക്കെ ഉണ്ടായ പോലെ സ്പിരിച്വൽ ഡ്രൈനെസ് കേട്ടിട്ടുണ്ടോ? ആത്മീയമായ വരൾച്ച, ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നു, കേട്ടിട്ടുണ്ടോ? ദൈവ സാന്നിധ്യം തോന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, വചനം വായിക്കാൻ തോന്നുന്നില്ല, സുവിശേഷം പറയാൻ തോന്നുന്നില്ല, കൂട്ടായ്മയ്ക്ക് പോകാൻ തോന്നുന്നില്ല. സ്പിരിച്വൽ ഡ്രൈനെസ് അതല്ല ഇത് അപ്പോസ്റ്റസി. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ അതല്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലൂടെ പോകുന്നു, ഇമോഷണൽ കൊളാപ്സ് ഉണ്ടാകുന്നു. ഇതൊന്നുമല്ല അപ്പോസ്റ്റസി. അപ്പോസ്റ്റസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീരിയസ് ഡെലിബറേറ്റ് ടേണിങ് അവേ ഫ്രം ക്രൈസ്റ്റ്. ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ. ഈ ബില്ലി ഗ്രഹാമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇന്ന് തന്നെ കുറേ പ്രാവശ്യം പറയും, ലോകപ്രസിദ്ധ സുവിശേഷം, ഇന്ന് തന്നെ കുറേ പ്രാവശ്യം പറയും. അദ്ദേഹത്തെക്കാൾ പ്രസിദ്ധരായിരുന്ന ചിലർ സമകാലികരായിട്ടുണ്ടായിരുന്നു, യുവാക്കളായിരുന്ന സമയത്ത്.
ബില്ലി ഗ്രഹാമിനേക്കാൾ കരിസ്മയുള്ള ഭയങ്കര പ്രസംഗ പാഠവുമുള്ള ക്രൗഡ് പുള്ളേഴ്സ് ഉണ്ടായിരുന്നു. 2 പേര് 3 പേരുണ്ടായിരുന്നു. അതിൽ ബില്ലി ഗ്രഹാം നിലനിന്നു. ബാക്കി 2 പേര് പിന്മാറ്റത്തിൽ പോവുക മാത്രമല്ല, അവർ നിരീശ്വരവാദികളായി തീർന്നിട്ട് ക്രിസ്തുവില്ല ദൈവമില്ലെന്ന് പറയുന്ന പുസ്തകങ്ങൾ എഴുതി. ദാറ്റ് ഈസ് സപ്പോസ് ടു സീ. മനസ്സിലായോ? വിശ്വാസത്യാഗം എന്ന് പറയുന്നത് സാധാരണ പിന്മാറ്റത്തിൽ പോകുന്നതുമല്ല. ചിലരൊക്കെ പിന്മാറ്റത്തിൽ പോകില്ല, അതുമല്ല. ആത്മീയ പോരാട്ടമല്ല, അതൊന്നുമല്ല. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യസ്തതകളും കൂടെ ഒന്ന് പറയുവാണെങ്കിൽ? വ്യത്യാസം ഒന്നും ഇത്രയേ ഉള്ളൂ. കംപ്ലീറ്റ് ദേ റിജക്റ്റ് ക്രൈസ്റ്റ് കംപ്ലീറ്റ്ലി. എനിക്ക് വേണ്ട ക്രിസ്തു എൻ്റെ ദൈവമല്ല, രക്ഷകനല്ല. അവരുടെ ഹൃദയം അവിശ്വാസത്താൽ കഠിനപ്പെട്ടു പോകും. അവർക്കിനി മാനസാന്തരം സാധ്യമല്ല. എന്ന് മാത്രമല്ല, മാനസാന്തരത്തിന് അവസരം ഉണ്ടായാലും അവർ മാനസാന്തരപ്പെടാൻ തയ്യാറല്ല. ദേ ആർ ടേണിംഗ് ബാക്ക് പെർമനൻ്റ്ലി. പരിപൂർണമായും അവർ ക്രിസ്തുവിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നു. അത് വേണമെങ്കിൽ അതിനൊരു വചനം തരാം, അപ്പോൾ ക്ലിയർ ആവും. 1 തിമോത്തിയോസ് 4:1 ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 1 അതിൽ കാണുന്നത്, ദ സ്പിരിറ്റ് ക്ലിയർലി സേസ് ദാറ്റ് ഇൻ ലാറ്റർ ടൈംസ് സം വിൽ അബാൻഡൻ ദ ഫെയ്ത്ത് ആൻഡ് ഫോളോ ഡിസീവിങ് സ്പിരിറ്റ്സ് ആൻഡ് തിങ്സ് ടോട്ട് ബൈ ഡീമൺസ്. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. വിശ്വാസം ത്യജിക്കും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇത് പിന്മാറ്റത്തിൽ പോകുന്ന ഒന്നുമല്ല. കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്തുകൊണ്ട് അവർ തിരിഞ്ഞു പോകുന്ന ഒരനുഭവം. അതാണ് വിശ്വാസത്യാഗം. അവർക്ക് ഒരു കാരണവശാലും രക്ഷയിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് മനസ്സിലാത്തതുകൊണ്ട്, ദൈവം പറഞ്ഞു വിടുന്നതൊന്നുമല്ല, അവരായിട്ട് പോകുന്നതാണ്. ചില ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ അവർ ഈ രക്ഷയോട് വളരെ അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. കാരണം അവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷയിൽ ജീവിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ വലിയ മാറ്റങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണാറില്ല. അപ്പം അത്തരത്തിലുള്ള ആളുകളുടെ ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് പറയുവാണെങ്കിൽ കുറച്ചും കൂടി ആളുകൾക്ക് ഇത് ക്ലിയർ ആവും. നമ്മുടെ ജൂഡസ് ഇസ്കറിയോട്ട് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യൂദ ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു. യൂദ ഒരുപക്ഷെ മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് കാണും. യൂദ മിറക്കിൾസ് ചെയ്ത് കാണും. കാരണം ഈ ശിഷ്യന്മാർ ഒരുമിച്ച് പോയ സമയത്ത് എല്ലാ ശുശ്രൂഷയും ചെയ്തില്ല. യൂദ മാത്രം ചെയ്തില്ലെന്ന് ബൈബിൾ പറയുന്നില്ലല്ലോ. എൻ്റെ അർത്ഥം എല്ലാം ചെയ്തിരുന്നു, ശുശ്രൂഷകരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുപോലെ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെ വായിക്കുമ്പോൾ അവിടെ യേശു പറയുന്നൊരു കാര്യം, എന്നോട് കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്തെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. പക്ഷെ അന്നാളിൽ നിങ്ങൾ എന്നോട് വന്ന് പറയും, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. പക്ഷേ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നു പോലുമില്ല. അതിൻ്റെ അർത്ഥം ഇതെല്ലാം ചെയ്തവരല്ലേ. അപ്പം ശുശ്രൂഷയുടെ അകത്ത് നിന്ന്, സാധാരണ ശുശ്രൂഷയല്ല, സയൻസ് ആൻഡ് വണ്ടേഴ്സ്, ഗിഫ്റ്റ് ഓപ്പറേഷൻ നടത്തിയവരാണ്. പക്ഷേ യേശു പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് യേശുവുമായി വ്യക്തിബന്ധമോ യഥാർത്ഥ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, പേഴ്സണൽ കണക്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ 20 മുതൽ 21 വരെ വായിക്കുമ്പോൾ വിതക്കാരൻ്റെ ഉപമ പറയുമ്പോൾ അതിൽ പറയുന്നൊരു കാര്യമാണ്, റോക്കി സോയിൽ പീപ്പിളുണ്ട്, പാറപ്പുറത്ത് വീണവർ, കണ്ടോ, അങ്ങനെയുള്ളവർ. ഇതെല്ലാം ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. അതായത് അങ്ങനെയുള്ളവർ കൂട്ടായ്മക്കകത്ത് തന്നെ ഭയങ്കര ആക്റ്റീവായി നിന്നു, പക്ഷേ അവർക്ക് വാസ്തവത്തിൽ അവർ യഥാർത്ഥത്തിൽ രക്ഷ സ്വീകരിക്കാതിരുന്നവരോ അല്ലെങ്കിൽ ഇടക്കാലത്ത് വെച്ച് അവർ ഉള്ളിൽ നിന്ന് കളയുകയോ ചെയ്തവരാണ്. അതും ഉണ്ടെന്ന് ഒരു വിശ്വാസി ഇപ്പം വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നു, നമ്മളതിനെ പിന്മാറ്റം എന്ന് പറയും, ഗുരുതരമായിട്ട് ബാക്ക് സ്ലൈഡ് ചെയ്ത് പിന്മാറിപ്പോവുകയാണെങ്കിൽ അവൻ തൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഇതാണ് എല്ലാവരും കുഴക്കുന്ന ഒരു ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പലരും ചെയ്ത് ഞാൻ പിന്മാറ്റത്തിൽ എത്ര വരെ എനിക്ക് പിന്മാറാം, തിരിച്ചു വരാനായിട്ട് എത്ര, വാട്ട് ഈസ് എ സേഫ് ഒരു റേഞ്ച്, എത്രത്തോളം പിന്മാറിയാൽ എനിക്ക് തിരിച്ചു വരാം എന്നൊരു ചോദ്യമുണ്ട്. ഒരു ദേവദാസൻ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ഒരു
രാജ്ഞി ഒരു ഡ്രൈവറെ വേണം, പരസ്യം ചെയ്തു, അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു ഭയങ്കര ഒരു ക്ലിഫ് അറിയാലോ, കടുംതൂക്കായൊരു പാറ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് സേഫായിട്ട് ക്ലിഫിൻ്റെ എഡ്ജ് വരെ ഡ്രൈവ് ചെയ്യാൻ കഴിയും? അതാണ് ഒരു ക്വസ്റ്റ്യൻ, ഡ്രൈവേഴ്സിനുള്ള റിക്രൂട്ട്മെൻറ്റിലൊരു ക്വസ്റ്റ്യൻ. പലരും റിപ്ലൈ ആയിരുന്നു ഡ്രൈവർ 1. ഒരു ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, 6 feet വരെ എനിക്ക് കൊണ്ടുപോകാം, അതിനപ്പുറത്തോട്ട് റിസ്ക് ആണെന്ന് പറഞ്ഞു. വേറെ ആൾ പറഞ്ഞു അല്ല, 2 feet വരെ പോയാലും സേഫാണ് ഞാൻ ഡ്രൈവ് ചെയ്യുക. അങ്ങനെ പലരും പല റേഞ്ച് പറഞ്ഞു. ഒരു ഡ്രൈവർ പറഞ്ഞു, ക്യൂൻ, യുവർ ലൈഫ് ഈസ് സോ വാല്യുബിൾ, ഐ വിൽ നോട്ട് ടേക്ക് എ റിസ്ക്, ഐ വിൽ നോട്ട് ഈവൻ ഗോ ടു ദ എഡ്ജ് ഓർ എനിവെയർ നിയർ ടു ദ ക്ലിഫ്. അയാൾക്ക് ജോലി കിട്ടി. എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഈ രാജ്ഞിയും വെച്ചുകൊണ്ട് എഡ്ജ് വരെ ഒരു 3 ഇഞ്ച്, ഒരു 4 ഇഞ്ച് അത്രയും വരെ പോയി എന്തിനാ റിസ്ക് എടുക്കുന്നത്? തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ അവിടെ ജീവൻ പൊലിഞ്ഞില്ലേ? അതെ. എന്തിനാ? വൈ ഷുഡ് വി ടേക്ക് ദാറ്റ് റിസ്ക്? ഞാൻ പറയുന്നത് പിന്മാറി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എൻ്റെ ഈ അനുഭവം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാസ്റ്ററുമായിട്ട് അദ്ദേഹത്തിൻ്റെ പെട്ടിയും പിടിച്ചുകൊണ്ട് ഞാൻ ചുമ്മാ അസിസ്റ്റൻ്റായിട്ട് പോവാം. തിരുവനന്തപുരം ഭാഗത്ത് ഒരു സ്ഥലത്തൊരു കൂട്ടായ്മ, സിയോൻ സംഘം എന്ന് പറഞ്ഞൊരു സഭയുണ്ട്. അവിടെ സഭയിൽ അദ്ദേഹത്തെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വിളിച്ചിട്ട് ഞാൻ കൂടെ പോയതാണ്. അപ്പോൾ ഞാനവിടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. ആ സമയത്ത് അവിടെ നിന്നൊരു പ്രവാചകി, എന്നാൽ ഈ പ്രവചിക്കുന്ന ആളുകളൊക്കെ സഭയ്ക്കകത്തുണ്ട്, ഉറക്കെ പ്രവചിക്കുകയാണ്. ദൈവദാസനോടൊപ്പം വന്ന ദൈവദാസനോട് പരിശുദ്ധാത്മ പറയുന്ന നാളുകൾക്ക് ശേഷം ഒരു പിന്മാറ്റത്തിൻ്റെ ആത്മാവ് നിന്നോട് പോരാടും, പക്ഷെ നീ സൂക്ഷിച്ചു കൊള്ളുക. എൻ്റെ ദൈവം, എന്നെ ഇടിയും വെട്ടി, പാമ്പല്ല കടിച്ചത്, ഇടി വെട്ടി, ഇടിമിന്നലും ഇടിവെട്ടലും കൂടെ ഒരുമിച്ച് കൊണ്ടതുപോലെ എൻ്റെ ഉള്ളിലൊരു പേടി വന്നിട്ട് ഇന്ന് വരെ വിമാനത്തിൽ പോയില്ല. അത് ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു. പിന്നെ അല്ലാതെ ദാറ്റ് വാസ് എ വാർണിംഗ് ഫോർ മീ. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ പിന്മാറ്റത്തിൽ പോയില്ല, എനിക്ക് പോകേണ്ടി വന്നില്ല. ഇത്രയുള്ള സംഭവം. അത് കേട്ടത് നന്നായെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അതുപോലുള്ള വാർണിങ്സ് ആണ് ദൈവവചനത്തിലുള്ളത്. അതുകൊണ്ട് ആരും പിന്മാറ്റത്തിൽ പോകല്ലേ. അടുത്തത്, പിന്മാറ്റത്തിൽ പോയെന്നിരിക്കട്ടെ, നിങ്ങളിപ്പോൾ പിന്മാറ്റത്തിൽ ഇരുന്നുകൊണ്ട് ഇത് കേൾക്കുന്നത്, കം ബാക്ക്. ആർക്ക് വേണേലും മടങ്ങി വരാം. പിന്മാറ്റത്തിൽ പോയ ആർക്കും എത്ര ദൂരം പോയാലും തിരിച്ചു വരാമെങ്കിൽ തിരിച്ചു വരിക. ദൈവം സ്വീകരിക്കാൻ തയ്യാറായ ഒരു പിതാവായി 2 കൈയും ഓപ്പൺ ഹാൻഡ്സോടുകൂടെ കർത്താവ് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഭയങ്കരമായ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ പോലും പലതിലുമൊക്കെ വീണു പോവുക. ദാവീദ് വീണു, പക്ഷേ എഴുന്നേറ്റ് വന്നു, തിരിച്ചു വന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, പാറയെന്നൊക്കെ വിളിച്ചതാണ് അല്ലേ. ഇപ്പോൾ ഈ പാറമേൽ എൻ്റെ സഭയെ പണിയെന്നൊക്കെ പറഞ്ഞ് ദൂത് കേട്ട മനുഷ്യൻ പിന്മാറ്റത്തിൽ പോയി. പിന്നെ അവനെ കർത്താവ് തിരിച്ചെടുത്ത്, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിനെ 3 പ്രാവശ്യം തിരിച്ചു പറയിപ്പിച്ച് അവൻ്റെ സ്നേഹം ഉറപ്പാക്കി അവനെ ഉപയോഗിച്ച പെന്തക്കോസ്ത് നാളിൽ സഭയുടെ ലോഞ്ച് നടത്തി. അപ്പം ഇന്ന് പിന്മാറ്റത്തിൽ പോയ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കൂപ്പുകേബിളോട് ഞാൻ പറയാം, ഇനി നാളേക്കൊന്നും വെക്കല്ല, ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിച്ചു വരിക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് 23-ന്റെ അവസാനം പറയുന്നത് എങ്ങനെയാണ്? ആൻഡ് ദെൻ ഐ വിൽ ഡിക്ലെയർ ടു ദം ഐ നെവർ ന്യൂ യു, ഡിപ്പാർട്ട് ഫ്രം മീ യു ഹു പ്രാക്ടീസ് ലോലെസ്നെസ്. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. അവിടെ മലയാളത്തിൽ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇംഗ്ലീഷിൽ കാണുന്ന കണ്ടോ, യു ഹു പ്രാക്ടീസ് ലോലെസ്നെസ്. പ്രാക്ടീസ് ചെയ്യുക. എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇപ്പോൾ വോയിസ് പ്രാക്ടീസ് കേട്ടിട്ടുണ്ടോ? എന്തിനാണ്? ക്ലിയറായി വരാൻ, ഒന്നുകൂടി നന്നാകാനാ. വോയിസ് പ്രാക്ടീസ്, വോക്കൽ പ്രാക്ടീസ് അല്ലേ, വോക്കൽ ട്രെയിനിങ്. പ്രാക്ടീസ് ചെയ്യുന്നതിന് ക്ലിയറായി. ഇപ്പം നമുക്ക് കൊയർ പ്രാക്ടീസ് നടക്കുന്നുണ്ട്, സാറ്റർഡേയിലൊക്കെ പ്രാക്ടീസ്. എന്തിനാ? സൺഡേക്ക് വേണ്ടി നന്നായിട്ട് പാടാൻ,
അപ്പോൾ ആ എന്തിലാണോ അതിൽ നന്നായി തെളിഞ്ഞു വരാനല്ലേ. അതെ. അപ്പോൾ പ്രാക്ടീസ് ലോലെസ്നെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അവരെ പാപത്തിൽ മുങ്ങിക്കിടക്കുക. വെറും പിന്മാറ്റം അല്ലത്. പിന്മാറ്റക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും സത്യം പറഞ്ഞാൽ മടങ്ങി വരാം. പക്ഷേ കൂടുതൽ ക്ലിഫിൻ്റെ അറ്റത്തോട്ട് പോകണ്ട, ചിലപ്പോൾ തിരിച്ചു വരില്ല. അതുകൊണ്ട് പോകാതിരിക്കുന്നതല്ല. പക്ഷെ പോയി എന്തു ചെയ്യും? മടങ്ങി വാ. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 6 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, 6-ാമത്തെ വചനത്തിൽ, നോ വൺ ഹു റിമെയിൻസ് ഇൻ ഹിം സിൻസ് കണ്ടിന്യൂവലി. അവനിൽ വസിക്കുന്നവരാരും പാപം ചെയ്യുന്നില്ലെന്നല്ല, തുടർമാനമായി പാപം ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നില്ല അവർ. ഗലാത്യ ലേഖനം 5:19 മുതൽ 21 വരെ വായിക്കുമ്പോൾ അവിടെ ദ വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് എന്ന് പറയുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവർത്തികളാണത്. അപ്പോൾ അവിടെ അതിൻ്റെ അവസാനം 21 അവസാനം പറയുക, ദോസ് ഹു പ്രാക്ടീസ് സച്ച് തിങ്സ് വിൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതായത് ചെയ്യുന്നവരല്ല, ഇത് പ്രാക്ടീസ് ചെയ്യും, തുടർച്ചയായി ഇതിൽ തന്നെ കിടക്കുന്നവർ, അവർ ദൈവരാജ്യാവകാശം. അപ്പോൾ അവർ വലിയൊരു കൂട്ടം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ജഡത്തിൻ്റെ പ്രവൃത്തികളായിട്ട് പറഞ്ഞിട്ടുള്ള ഒത്തിരി, അഡൾട്ടറി, ഫോണിക്കേഷൻ, അൺക്ലീൻനെസ്, ല്യൂഡ്നെസ്, വലിയൊരു ലിസ്റ്റുണ്ട്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ദൈവരാജ്യത്തിൽ കയറുകയില്ല. പക്ഷേ ആ വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നവർ, അവർക്ക് ഹെൽപ്പ് കിട്ടും. വ്യത്യാസം മനസ്സിലായോ? ഒരു വിശ്വാസി പാപത്തോട് സ്ട്രഗിൾ ചെയ്ത് തിരിച്ച് വിശുദ്ധിയിലേക്ക് വരാൻ ശ്രമിക്കുന്നതും, ഒരു പിന്മാറ്റത്തിൽ പോയൊരു വ്യക്തി അത് തന്നെ ഭയമില്ലാതെ ചെയ്ത് അതിൽ തന്നെ കിടക്കുന്നതും വ്യത്യാസമുണ്ട്. അങ്ങനെ പോയ ഒരാൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. എന്നാൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് എപ്പോഴും ദൈവത്തിൻ്റെ കൃപ ലഭിക്കും, അവർക്ക് തിരിച്ചു വരാനും പറ്റും. ഇത് രണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുകയാണ്, ഏതെങ്കിലും ഒരു ക്രൂസുകളിൽ എവിടെ വെച്ച് കൈ ഉയർത്തി യേശു രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ യുവർ പ്രസൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ സേവിയർ ഈസ് വാട്ട് മാറ്റേഴ്സ്. ഇപ്പോൾ രക്ഷകനായിട്ട് ബന്ധമുണ്ടോ? അതൊരു ഈവൻ്റാക്കി മാറ്റാതെ അതിനൊരു പ്രോസസ്സും അതിനൊരു ജേണിയുമാക്കി മാറ്റണം. അതായത് വർഷങ്ങൾക്ക് മുമ്പെടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്തല്ല രക്ഷയിരിക്കുന്നത്, യേശുവിനോടൊപ്പം യേശുവിൽ നിലനിൽക്കുന്നതിലാണ് രക്ഷ പൂർത്തിയിലേക്ക് വളരുന്നത്. നമ്മൾ രക്ഷയെക്കുറിച്ച് കുറേ നേരമായി കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സമയത്തൊക്കെ ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ടാവും. എനിക്ക് മാത്രമല്ല ഇത് തോന്നിയിട്ടുള്ളത്, ലൈഫിൽ ഒത്തിരി ആളുകൾക്കും ലൈഫിൽ ഇങ്ങനെ ഒരു സംശയം, ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവനാണ് എന്നുള്ളത് എങ്ങനെ അവർക്ക് ഉറപ്പാക്കാൻ സാധിക്കും, അറിയാൻ സാധിക്കും? എനിക്ക് ഒന്നാമത്തേത് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമാണ്. അതായത് എൻ്റെ അകത്തൊരു മാനസാന്തര അനുഭവമുണ്ടോ? സ്നാപയോഹന്നാൻ ശുശ്രൂഷിച്ചപ്പോഴും യേശു ശുശ്രൂഷിച്ചപ്പോഴും ശിഷ്യന്മാർ ശുശ്രൂഷിച്ചപ്പോഴും ആദ്യം പറഞ്ഞത് മാനസാന്തരപ്പെട്ട് എന്നാണ്. അതാണ് ആദ്യത്തെ പ്രശ്നം, അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ ആ മാനസാന്തര അനുഭവത്തിലാണോ, അതല്ലാതെ കുറ്റബോധവുമില്ല പാപബോധവുമില്ലാതെ സാധാരണ രീതിയിൽ എല്ലാ ലോക മനുഷ്യരെ പോലെ തന്നെ ജീവിക്കുവാണെങ്കിൽ ഒരു സംശയം, ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. നമ്പർ 2, രക്ഷകനായ ഏകരക്ഷകനായ എന്ന് വെച്ചാൽ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമമില്ല ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണോ ഞാൻ? മനസ്സിലായി. വിശ്വാസം. അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ, ഈ രക്ഷിക്കപ്പെട്ടവരുടെ ആഗ്രഹങ്ങളൊക്കെ വേറെയാണ്. സാധാരണ ആളുകളുടെ ആഗ്രഹങ്ങളല്ല രക്ഷിക്കപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ. വചനം വായിക്കണം, സ്പിരിച്വൽ ഹങ്കറും സ്പിരിച്വൽ തേഴ്സ്റ്റും ഉണ്ടായിരിക്കും. അതുണ്ടോ? അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇന്നർ വിറ്റ്നസ് ഉണ്ട്. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ചേർന്ന് നാം ദൈവമക്കളെന്ന് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഒരു സ്പിരിറ്റിൻ്റെ ഇന്നർ വിറ്റ്നസ് ഉണ്ട് അകത്ത്. പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് പറയുകയാണ്, യു ആർ മൈ ചൈൽഡ്. അപ്പോൾ അകത്ത് ആ ആത്മശബ്ദം, അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഉറപ്പെന്ന് പറയുന്നത്. അത് ഉണ്ടോ? അടുത്തത് വിശ്വാസത്തിൽ ഞാൻ നിലനിൽക്കുന്നുണ്ടോ?
പൗലോസ് തന്നെ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെന്ന് പരിശോധിപ്പിൻ. അപ്പോൾ ആ പെർസീവിയറൻസ് ഉണ്ടോ? ഒരു കാര്യം കൂടി നല്ലതാണ്, ആം ഐ ബെയറിങ് ഫ്രൂട്ട്, ഞാൻ ഫലം കായ്ക്കുന്നുണ്ടോ? ആത്മാവിൻ്റെ ഫലമാണ് ഈ പറയുന്നത്. പലതരത്തിലുണ്ടല്ലോ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതെല്ലാം എന്നിലുണ്ടോ എന്ന് നോക്കിയാൽ എനിക്കറിയാൻ പറ്റും ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണല്ലേ. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ രക്ഷിക്കപ്പെട്ടോ ഇല്ല എന്നുള്ളത് ഇപ്പോഴാണോ അറിയുന്നത്? നമ്മൾ അവിടെ ചെല്ലുമ്പോഴെല്ലാം അറിയാൻ പറ്റില്ല. ഗേറ്റിലെത്തുമ്പോഴാണ് ഇങ്ങോട്ടാണോ അല്ലെങ്കിൽ പുസ്തകത്തിൽ പേരുണ്ടോ, അപ്പോഴല്ലേ നമുക്കറിയാൻ പറ്റൂ. അത് എങ്ങനെ ഇപ്പോൾ അറിയുന്നേ? അവിടെ ചെല്ലുമ്പോൾ കർത്താവ് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് വിധിക്കുമ്പോഴല്ലേ നീ നരകത്തിലേക്ക് നീ സ്വർഗത്തിലേക്ക്. അങ്ങനെയല്ല, ഈ ഭൂമിയിൽ തന്നെ 100% നമുക്ക് ഉറപ്പുണ്ടാകും ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. ഇനി ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലെങ്കിൽ മിക്കവാറും രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നർത്ഥം. ഇതിനൊരു വേർഡും കൂടി ഉണ്ടല്ലേ, രക്ഷാനിർണയം. രക്ഷാനിർണയം അത് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മിക്കവാറും നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കാണില്ല. ഇത്രയൊക്കെ കേട്ടെങ്കിലും ആ ഒരു ഉറപ്പില്ലെങ്കിൽ ഞാനൊരു പ്രെയർ പറഞ്ഞു തരാം. ആ ഉറപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ തുടർന്ന് അങ്ങ് ബാക്കിയുള്ള ജീവിതം അതുപോലെ കൊണ്ടുപോയാൽ മതി. നെഞ്ചിലൊന്ന് കൈവെക്കുക, എന്നിട്ട് എന്നോട് ചേർന്ന് പറയുക, കർത്താവേ എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. എൻ്റെ കർത്താവായി എൻ്റെ രക്ഷിതാവായി ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. അങ്ങ് നൽകുന്ന സൗജന്യമായ നിത്യജീവൻ ഞാൻ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ മരണം വരെ യേശുവിനെ അനുഗമിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ ഇതാണ് തുടക്കം. ഇനി നമ്മളിന്ന് കേട്ട പോലെ ഈ ജേണി ആരംഭിച്ചിട്ടേ ഉള്ളൂ. അവസാനം വരെ ഈ യാത്രയിൽ നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഒത്തിരി സംശയങ്ങൾക്ക് മറുപടി ലഭിച്ചു കാണും. ചില ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം സംശയമുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ബന്ധുക്കളോ മിത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പോഡ്കാസ്റ്റിൻ്റെ ലിങ്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ജീവിതത്തിലും ഈ പറഞ്ഞ പോലുള്ള പുകമറകളെല്ലാം മാറി എന്താ പറയുക, ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുന്ന നീതി സൂര്യനായിരിക്കുന്ന യേശു കർത്താവിനെയും അവൻ്റെ ഉപദേശത്തെയും വ്യക്തമായി മനസ്സിലാക്കത്തക്ക വിധത്തിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ദയവായി ഈ കാര്യം ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മളൊരു പുതിയ ടോപ്പിക്കുമായിട്ടായിരിക്കും വരാൻ പോകുന്നത്. സോ ദിസ് ഈസ് ഓപ്പൺ ടോക്ക്. സത്യം പറയട്ടെ, എല്ലാവരും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കമൻറ്റ് സെക്ഷനിൽ ദയവായി ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക. വേണ്ടാത്തിടാനല്ല പറഞ്ഞത്. അതുപോലെ ഒരു ലൈക്ക് കൊടുക്കുക. ഞങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ വചനമാണ്, സത്യമാണ്. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. സോ ദാറ്റ് കൂടുതൽ പേരിലേക്ക് ഇതെത്തുവാനിടയാക്കും. അടുത്ത പോഡ്കാസ്റ്റ് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.